ഹലോ. ബ്രേക്ക് വന്നിട്ടുണ്ടോ? ഇല്ല ഇല്ല ഇല്ല. ഓക്കെ അല്ലേ? നബിൽ ഓക്കെ അല്ലേ? ഓക്കെ ആണ്. ഓക്കെ, സോറി സോറി. അതിലെ 7 ഡിപ്പാർട്ട്മെന്റിൽ ഒരു ഡിപ്പാർട്ട്മെന്റിനെ മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ പരിചയപ്പെടുത്തുകയാണ്. ഡിപ്പാർട്ട്മെന്റ് കരിയർ ഗൈഡൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ കോഴ്സുകളെ കുറിച്ചും സ്ഥാപനങ്ങളെ കുറിച്ചും തൊഴിൽ സാധ്യതകളെ കുറിച്ചും മത്സര പരീക്ഷകളെ കുറിച്ചും ഒക്കെ വിവരിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് കരിയർ ഗൈഡൻസ് ഡിപ്പാർട്ട്മെന്റ്. കരിയർ ഗൈഡൻസ് ഡിപ്പാർട്ട്മെന്റിൽ 4 പ്രൊജക്ടുകൾ ഉണ്ട്. അതിൽ 2 പ്രൊജക്ട് മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ പരിചയപ്പെടുത്തുകയാണ്. ഒന്നാമത്തെ പ്രൊജക്ട് കരിയർ മിഷൻ എന്നുള്ളതാണ്. കരിയർ മിഷന്റെ മുദ്രാവാക്യം, മോട്ടോ എന്ന് പറയുന്നത് നോ സ്റ്റുഡന്റ് ലെഫ്റ്റ് അൺഗൈഡഡ് എന്നാണ്. ഒരു കുട്ടി പോലും ഗൈഡൻസ് കിട്ടാതെ പോകാൻ പാടില്ല വിദ്യാഭ്യാസ തൊഴിൽ മേഖലയിൽ. ഈ ഒരു പർപ്പസ് ഫുൾഫിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് പരിപാടികൾ, ആക്ടിവിറ്റീസ് സിജി സംഘടിപ്പിക്കുന്നുണ്ട്. അതിൽ ഒരു പരിപാടിയാണ് സൺഡേ കരിയർ ഓൺലൈൻ ആൻഡ് ആസ്ക് ഫ്രം ഹോം. പറഞ്ഞതുപോലെ എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 9 മണിക്ക് ഈ രീതിയിൽ ഒരു പ്രോഗ്രാം നടക്കാറുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ സിജിയിൽ തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ രാവിലെ 10 മുതൽ വൈകുന്നേരം 5 മണി വരെ കരിയർ ഗൈഡൻസ് സെഷനുകൾ ഉണ്ട്. ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ പൊതുവായിട്ടുള്ള ക്ലാസ് അല്ല, ഇൻഡിവിജ്വൽ ഫേസ് ടു ഫേസ് ഫ്രീ കരിയർ കൗൺസിലിംഗ് ആണ്. മലപ്പുറം ജില്ലാ ഓഫീസിലുണ്ട്, തിരൂര് ഓഫീസിലും ഒക്കെ ഈ സംവിധാനം ഉണ്ട്. കോഴിക്കോട് ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ ബുക്ക് ചെയ്തിട്ടാണ് വരേണ്ടത്. booking.cg.org എന്നുള്ളതാണ് വെബ്സൈറ്റ്. അതിന്റെ കോണ്ടാക്ട് നമ്പറാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. മറ്റൊന്നാണ് ആപ്റ്റ്യൂഡ് ടെസ്റ്റ്, സിഡാറ്റ്, സിജെ ഡിഫറൻഷ്യൽ ആപ്റ്റ്യൂഡ് ടെസ്റ്റ്. നമുക്കറിയാം ജോലി തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് അഭിരുചി. ഓക്കെ, ഇൻബോൺ എബിലിറ്റി ടു ഡു സംതിങ്. ഈ അഭിരുചി തിരിച്ചറിയാൻ ഒരുപാട് സൈക്കോമെട്രിക് ടൂൾസ് ഓൾ ഓവർ ദി വേൾഡ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലെ ഒന്നാണ് ഡാറ്റ്, ഡിഫറൻഷ്യൽ ആപ്റ്റ്യൂഡ് ടെസ്റ്റ്, അഭിരുചി നിർണയ പരീക്ഷ. സിജി ഡെവലപ്പ് ചെയ്ത ആപ്റ്റ്യൂഡ് ടെസ്റ്റ് ആണ് സിഡാറ്റ്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് sigicareer.com കിട്ടും. ഓൺലൈനിലാണ് ഇതിന്റെ രജിസ്ട്രേഷനും ടെസ്റ്റും പേയ്മെന്റും കൗൺസിലിംഗും ഒക്കെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ദിവസം വെള്ളി ഞായർ ഒഴികെ തിരഞ്ഞെടുക്കാൻ പറ്റും. ടെസ്റ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ദിവസവും സമയവും കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഏകദേശം 2-2.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന വലിയൊരു പ്രോസസ്സാണ് ആപ്റ്റ്യൂഡ് ടെസ്റ്റ്. അതുപോലെ തന്നെ ടെസ്റ്റിന് ശേഷം പാരന്റ് സഹിതം ഒരു കൗൺസിലിംഗ് നിങ്ങൾക്ക് ലഭ്യമായിരിക്കും. ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന. ദെൻ സിജിയുടെ കരിയർ ഡിപ്പാർട്ട്മെന്റിൽ വേറെയും ഒരുപാട് പ്രൊജക്ടുകൾ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഈ സൈറ്റിൽ നോക്കിയാൽ കാണാൻ പറ്റും. 7 ഡിപ്പാർട്ട്മെന്റിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, കരിയർ ഗൈഡൻസ് ഡിപ്പാർട്ട്മെന്റ്. കരിയർ ഗൈഡൻസ് ഡിപ്പാർട്ട്മെന്റിലെ 4 പ്രൊജക്ടുകളിൽ 2 പ്രൊജക്ട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സിജിയുടെ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളെ കുറിച്ചും അതുപോലെ തന്നെ കരിയർ ഗൈഡൻസ് ഡിപ്പാർട്ട്മെന്റിൽ മറ്റ് പ്രൊജക്ടുകളെ കുറിച്ചും ഒക്കെ നിങ്ങൾക്ക് sigi.org എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ കാണാൻ പറ്റും. ദെൻ സിജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇത്രയാണ് പറയാനുള്ളത്. 7 കാര്യങ്ങളാണ് നമ്മൾ ഇവിടുന്ന് പറയാൻ പോകുന്നത്. ഒന്ന് കഴിഞ്ഞു. ദെൻ സെക്കൻഡ് വൺ കരിയർ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട കാര്യമാണ്. കരിയർ പ്ലാനിങ്, കരിയർ ഗൈഡൻസ്, കരിയർ കൗൺസിലിംഗ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമുക്കൊരു പ്ലാൻ ഉണ്ടാവണം. അത് കരിയറിൽ അപ്ലൈ ചെയ്താൽ കരിയർ പ്ലാനിങ് ആയി. എന്താണ് കരിയർ പ്ലാനിങ്? ഇതൊരു മാച്ചിങ് പ്രോസസ്സാണ്. ഇവിടെ നമ്മൾ മാച്ച് ചെയ്യേണ്ടത് 2 കാര്യങ്ങളാണ്. ഒന്ന് നിങ്ങളുടെ കരിയർ ഗോൾ, കരിയർ ഇൻട്രസ്റ്റ്. ഓക്കെ. രണ്ടാമത്തത് നിങ്ങളുടെ കഴിവ്. ഓക്കെ, ആപ്റ്റിറ്റ്യൂഡ്, അഭിരുചി. താല്പര്യങ്ങൾ ഉണ്ടാവും നമുക്ക്, പല പല താല്പര്യങ്ങൾ. പക്ഷെ ആ താല്പര്യമുള്ള മേഖലയിലേക്ക് പോകാനുള്ള കഴിവ് ഉണ്ടോ എന്ന് നോക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. പലപ്പോഴും കുട്ടികൾ താല്പര്യത്തിന് വഴിയെ പോകും, കഴിവ് നോക്കാതെ. ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് തീർച്ചയായിട്ടും ആപ്റ്റ്യൂഡ് ടെസ്റ്റ് ഒക്കെ സഹായിക്കും. ആ ഒരു മീനിങ് നൽകുന്നതാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്ന സ്ലൈഡിലുള്ളത്. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ താല്പര്യവും നിങ്ങളുടെ കഴിവും മാച്ച് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. താല്പര്യം എന്ന് പറയുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഏതെങ്കിലും ഒരു വിഷയം ഇഷ്ടമുണ്ടോ, ഇഷ്ടമില്ലേ, എളുപ്പമാണോ, ബുദ്ധിമുട്ടാണോ എന്നുള്ളതല്ല. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ജോലിയോട് താല്പര്യം ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. ജോലി, പ്രൊഫഷൻ, എംപ്ലോയ്മെന്റ്, അല്ലെ, നമ്മൾ ഡോക്ടർ ആവുക, എഞ്ചിനീയർ ആവുക, അക്കൗണ്ടന്റ് ആവുക, ജേർണലിസ്റ്റ് ആവുക എന്നൊക്കെ പറയും. ആ അർത്ഥത്തിൽ അല്ലാതെ ഫിസിക്സ് ബുദ്ധിമുട്ടാണോ എളുപ്പമാണോ, മാത്സ് എളുപ്പമാണോ ബുദ്ധിമുട്ടാണോ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഇഷ്ടമാണോ അല്ലേ എന്നുള്ള രീതിയിലല്ല. ഓക്കെ. എങ്ങനെയാണ് ഇൻട്രസ്റ്റ് കണ്ടെത്തുക? ചില ആൾക്കാർക്കൊന്നും ഇൻട്രസ്റ്റ് പ്രത്യേകിച്ചൊന്നും പറയാനുണ്ടാവില്ല. ഒരു മാർഗമാണ് നിങ്ങൾ എൻജോയ് ചെയ്ത് ചെയ്യുന്ന ഒരു ജോലി ഏത് എന്ന്. അതുപോലെ തന്നെ നിങ്ങൾ ഫ്രീ ടൈമിലൊക്കെ നിങ്ങൾ എന്തിലാണ് കൂടുതൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് എന്നൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻട്രസ്റ്റ് തിരിച്ചറിയാൻ കഴിയും.
ഓക്കെ, ഇൻട്രസ്റ്റ് മാത്രം നോക്കിയാൽ പോരാ എന്ന് നമ്മൾ പറഞ്ഞു, ആപ്റ്റിറ്റ്യൂഡും കൂടെ നോക്കണം. ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഇൻബോൺ എബിലിറ്റി ടു ഡു സംതിങ്. നമ്മൾ ചില ആൾക്കാരെ കുറിച്ച് പാടാൻ ഉഷാറാണ്, വരക്കാൻ ഉഷാറാന്നൊക്കെ പറയാറുണ്ട്. അതൊക്കെ പൊതുവെ സ്കൂളിൽ പോയി ഉണ്ടാക്കുന്നതല്ല, ഇത് ജന്മനാ ഉള്ള കഴിവാണ്. ഇങ്ങനെ ജന്മനാ ഉള്ള കഴിവിന്റെ മേഖല തിരിച്ചറിഞ്ഞ് കോഴ്സുകളും സ്ഥാപനങ്ങളും ഒക്കെ തിരഞ്ഞെടുത്താലാണ് നമുക്കൊരു മേഖലയിൽ ഉഷാറാവാൻ പറ്റുക, ഷൈൻ ചെയ്യാൻ പറ്റുക, തിളങ്ങാൻ പറ്റുക. ഓക്കെ, ഇങ്ങനെ തിളങ്ങിയാൽ മാത്രമേ നമുക്ക് എന്തുള്ളൂ, രക്ഷയുള്ളൂ, സാധ്യതകളുള്ളൂ. കുട്ടികൾ രക്ഷിതാക്കളൊക്കെ പൊതുവെ ചോദിക്കാറുണ്ട്, സ്കോപ്പുള്ള കോഴ്സ് ഏതാണ്, അതിന് സ്കോപ്പ് ഉണ്ടോ, ഇതിന് സ്കോപ്പ് ഉണ്ടോ, നല്ല കോഴ്സ് പറഞ്ഞു തരുമെന്നൊക്കെ. നല്ല കോഴ്സ്, ആകാത്ത കോഴ്സ്, സ്കോപ്പ് ഉള്ള കോഴ്സ്, സ്കോപ്പ് ഇല്ലാത്ത കോഴ്സ് എന്നൊരു ക്ലാസിഫിക്കേഷൻ ഒന്നുമില്ല. സ്കോപ്പ് ഉള്ളതും സ്കോപ്പ് ഇല്ലാത്തതും ഏതെങ്കിലും ഒരു കോഴ്സിനോ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിനോ അല്ല. എന്നെ കേൾക്കുന്ന ഓരോ കുട്ടിക്കുമാണ് സ്കോപ്പ് ഉള്ളതും ഓരോ കുട്ടിക്കുമാണ് സ്കോപ്പ് ഇല്ലാത്തതും. എന്ന് വെച്ചാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു മേഖലയിൽ ഉഷാറായാൽ, സയൻസ് ആവാം, കൊമേഴ്സ് ആവാം, ഹ്യൂമാനിറ്റീസ് ആവാം, സാധ്യതകളുണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഒരു മേഖലയിൽ ഉഷാറായിട്ടില്ലെങ്കിൽ അത് സയൻസ് ആവാം, കൊമേഴ്സ് ആവാം, ഹ്യൂമാനിറ്റീസ് ആവാം, സാധ്യതകളില്ല. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ മാക്സിമം എഫേർട്ട് എടുക്കുക, നിങ്ങൾക്ക് സാധ്യതകളുണ്ട്. മാക്സിമം എഫേർട്ട് എടുക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ താല്പര്യവും കഴിവും തിരിച്ചറിയണം. അതുകൊണ്ട് ഇൻട്രസ്റ്റ്, ആപ്റ്റിറ്റ്യൂഡ്, എഫേർട്ട്, താല്പര്യം, കഴിവ്, അധ്വാനം, ഇത് മാച്ച് ചെയ്ത് വന്നാൽ എല്ലാറ്റിനും സാധ്യതകളുണ്ട്. ഇവിടെ എന്തെങ്കിലും മിസ്മാച്ചുകൾ വന്നാൽ സാധ്യതയിലെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ആ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കരിയർ പ്ലാൻ ചെയ്യണം എന്ന് പറയുന്നത്, ഇത്തരം പരിപാടികളൊക്കെ അറ്റൻഡ് ചെയ്യണം എന്ന് പറയുന്നത്, ആപ്റ്റ്യൂഡ് ടെസ്റ്റ് എഴുതിയിട്ട് കാര്യങ്ങൾ തീരുമാനിക്കണം എന്നൊക്കെ പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് കരിയർ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. 7-ൽ 2 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. മൂന്നാമത്തെ കാര്യം സ്ട്രീം സെലക്ഷനുമായി ബന്ധപ്പെട്ടതാണ്. അല്ലെ, നമ്മൾ ഗ്രൂപ്പ് ഏതാണെന്ന് ചോദിക്കാറുണ്ട്. സയൻസ് ആണോ, കൊമേഴ്സ് ആണോ, ഹ്യൂമാനിറ്റീസ് ആണോ എന്നൊക്കെ. നമുക്ക് ഹയർ സെക്കൻഡറി എന്ന് പറയുന്ന +1 +2 ആണെങ്കിലും HSC കോഴ്സ്, ഹയർ സെക്കൻഡറി കോഴ്സ്, അതുപോലെ VHSC വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, തൊഴിലധിഷ്ഠിത +2, അവിടൊക്കെ പൊതുവെ നമ്മൾ പറയുന്നത് സയൻസ് ഉണ്ട്, കൊമേഴ്സ് ഉണ്ട്, ഹ്യൂമാനിറ്റീസ് ഉണ്ട് എന്നാണ്. അതുകൊണ്ട് സബ്ജക്റ്റ് തീരുമാനിക്കുന്നതിന് മുന്നേ നമ്മൾ സ്ട്രീം തീരുമാനിക്കണം. ഓക്കെ, ആ സ്ട്രീം നമുക്കറിയാം 3 രീതിയിലാണുള്ളത്. 1 സയൻസ് ആണ്, 2 കൊമേഴ്സ് ആണ്, 3 ഹ്യൂമാനിറ്റീസ് ആണ്. സയൻസ് പഠിച്ചാൽ ഒരുപാട് സാധ്യതകളുണ്ട്, കൊമേഴ്സ് പഠിച്ചാൽ ഒരുപാട് സാധ്യതകളുണ്ട്, ഹ്യൂമാനിറ്റീസ് പഠിച്ചാലും ഒരുപാട് സാധ്യതകളുണ്ട്. ഓക്കെ, സയൻസ് പഠിച്ചാലുള്ള സാധ്യതകൾ അറിയണം, അതിനനുസരിച്ച് സയൻസ് എടുക്കണം. കൊമേഴ്സ് പഠിച്ചാലുള്ള സാധ്യതകൾ അറിഞ്ഞിട്ട് കൊമേഴ്സ് എടുക്കണം. ഹ്യൂമാനിറ്റീസ് പഠിച്ചാലുള്ള സാധ്യതകൾ അറിഞ്ഞിട്ട് ഹ്യൂമാനിറ്റീസ് എടുക്കണം. ഓക്കെ, ഞാൻ ഏതെല്ലാം സബ്ജക്റ്റ് ആണ് ഓരോ സ്ട്രീമിലും ഉള്ളത് എന്ന് പറയുന്നതിന് മുന്നേ ഏതെല്ലാമാണ് സ്ട്രീം, അത് പഠിച്ചാൽ എങ്ങോട്ട് പോവാമെന്ന് ചുരുക്കി പറയാം. ഫസ്റ്റ് വൺ നമുക്കറിയാം, സയൻസ്. ഓക്കെ, സയൻസ് ആണ് ഏറ്റവും നല്ല കോഴ്സ്. സയൻസ് പഠിച്ചാൽ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്, സയൻസ് എടുത്താൽ എല്ലായിടത്തേക്കും പോവാം എന്നൊക്കെ വിചാരിച്ച്, അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൽ ഫുൾ A+ ഉണ്ട് എന്നൊക്കെ വിചാരിച്ചല്ല സയൻസ് എടുക്കേണ്ടത്. സയൻസ് പഠിച്ചാൽ എന്താവാൻ പറ്റും, ഓക്കെ, എന്താണ് ജോലി സാധ്യതകൾ എന്നൊക്കെ മനസ്സിലാക്കി സയൻസ് എടുക്കണം. സയൻസ് എടുത്ത് സയൻസുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒന്നാമത്തെ സാധ്യത മെഡിക്കലാണ്, MBBS, BDS, BHMS എന്നൊക്കെ പറഞ്ഞിട്ട്. മറ്റൊന്ന് എഞ്ചിനീയറിംഗ് ആണ്, BTech, ഓക്കെ, BE എന്ന് പറഞ്ഞിട്ട്. മറ്റൊന്ന് അലൈഡ് ഹെൽത്ത് പ്രൊഫഷൻസ് ആണ്, സാധാരണ നമ്മൾ പാരാമെഡിക്കൽ എന്ന് പറയും. നഴ്സിംഗ്, ഒപ്റ്റോമെട്രി, MLT, BPT എന്നൊക്കെ പറഞ്ഞ് ഹോസ്പിറ്റൽ അനുബന്ധമായിട്ട് കൂടുതലായിട്ട് വരുന്ന ജോലികൾ, ഡോക്ടർ വിഭാഗം അല്ലാത്തത്. മറ്റൊന്ന് പ്യുവർ സയൻസ് ആണ്, 10ാം ക്ലാസ്സിലെ കുട്ടികൾ പഠിച്ച ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി തുടങ്ങിയവ പഠിച്ചു മുന്നോട്ട് പോവാം, ടീച്ചിങ്ങിലേക്കോ റിസർച്ചിലേക്കോ ഒക്കെ വരാൻ പറ്റും. ഓക്കെ, സയൻസ് എടുത്താൽ കൊമേഴ്സിലേക്കും മാറാം, ഹ്യൂമാനിറ്റീസിലേക്കും മാറാം, സയൻസിൽ മുന്നോട്ട് പോവുകയും ചെയ്യാം. ഓക്കെ, രണ്ടാമത്തെ ഒരു മേഖലയാണ് കൊമേഴ്സ്. ഓക്കെ, വാണിജ്യ മേഖല. 10ാം ക്ലാസ് വരെ കുട്ടികൾ കൂടുതലായിട്ട് സയൻസ് വിഷയങ്ങൾ പഠിക്കുന്നുണ്ട്, കൊമേഴ്സ് വിഷയങ്ങൾ പൊതുവെ പഠിക്കുന്നില്ല. അതുകൊണ്ട് കൊമേഴ്സിനെ കുറിച്ച് കുട്ടികൾക്ക് പൊതുവെ ധാരണ ഉണ്ടാവാറില്ല. കൊമേഴ്സിനെ കുറിച്ച് ധാരണ ഇല്ലാത്ത ഒറ്റ കാരണം കൊണ്ട് സയൻസ് എടുക്കുന്ന ആൾക്കാരും ഉണ്ടാവാറുണ്ട്. അങ്ങനെ ആവാൻ പാടില്ല. കൊമേഴ്സ് സാധ്യതയുള്ള ഒരു മേഖലയാണ്. പ്രധാനമായിട്ട് 2 മേഖലയുണ്ട്. ഒന്ന് അക്കൗണ്ടിങ് ആൻഡ് ഫൈനാൻസ് എന്ന് പറയും, അക്കൗണ്ടന്റ് ആവുക, ഓഡിറ്റർ ആവുക, ടാക്സ് പ്രാക്ടീഷണർ ആവുക എന്നൊക്കെ പറഞ്ഞിട്ട്. രണ്ടാമത്തത് മാനേജ്മെന്റ് ആണ്, വലിയ വലിയ സ്ഥാപനങ്ങളുടെ മാനേജ്മെന്റ്, അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റിലേക്ക് വരിക. ഒന്നാമത് പറഞ്ഞ അക്കൗണ്ടിങ് ആൻഡ് ഫൈനാൻഷ്യൽ മേഖലയിലേക്ക് വരാൻ 2 വഴിയുണ്ട്. ഒന്നാമത്തെ വഴി ചാർട്ടേഡ് കോഴ്സുകൾ എന്ന് പറയും. കോളേജുകളൊന്നും ഉണ്ടാവില്ല, പൊതുവെ കോച്ചിങ് സെന്ററിലൊക്കെ പോയിട്ടാണ് പഠിക്കുക. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും CA, ACCA, CMA India, CMA US എന്നൊക്കെ പറഞ്ഞിട്ട്. നല്ല കഴിവ് വേണം, ഹാർഡ് വർക്കിയും വേണം. ഓക്കെ, രണ്ടാമത്തെ വഴി സാധാരണ രീതിയിൽ BCom.
ഓക്കെ, 3 കൊല്ലം അല്ലെങ്കിൽ 4 കൊല്ലം ബികോം ചെയ്താൽ അക്കൗണ്ടന്റ് ആയി. മാനേജ്മെന്റ് മേഖലയിലേക്ക് വരാനും 2 വഴിയുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും MBA എന്ന് പറയുന്നത്. സാധാരണ +2 കഴിഞ്ഞ് ഡിഗ്രിയും കഴിഞ്ഞിട്ടാണ് MBAക്ക് പോവല്. എന്നാൽ +2 കഴിഞ്ഞ് നേരിട്ട് MBAക്ക് പോകാനുള്ള വഴികളൊക്കെ അപ്പോൾ ഉണ്ട്. അതിനാണ് IPM എന്ന് പറയാം. ഓക്കെ, രണ്ടാമത് സാധാരണ രീതിയിൽ ഡിഗ്രിക്ക് പോവാ. ഓക്കെ, ദെൻ MBA ആ രീതിയിലേക്ക് മുന്നോട്ട് പോവാം. ഇതാണ് കൊമേഴ്സ്. ഇതേപോലെ ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ് മേഖലയുണ്ട്. ഓക്കെ, സയൻസ് കിട്ടുകയാണെങ്കിൽ സയൻസ്, കിട്ടിയിട്ടില്ലെങ്കിൽ കൊമേഴ്സ്, അതും കിട്ടിയിട്ടില്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് എന്നല്ല. ഹ്യൂമാനിറ്റീസ് സോഷ്യൽ സയൻസ് മേഖലയുമായി ബന്ധപ്പെട്ട് ഉപരിപഠനം, ജോലി താല്പര്യമുള്ള ആൾക്കാർ +2 തലത്തിൽ ഹ്യൂമാനിറ്റീസ് എടുക്കാവുന്നതാണ്. ഓക്കെ, ഹ്യൂമാനിറ്റീസ് മേഖലയുമായി ബന്ധപ്പെട്ട് ഒരുപാട് സാധ്യതകളുണ്ട്. സയൻസ് എടുത്തവർക്കും ആവാം, കൊമേഴ്സ് എടുത്തവർക്കും ആവാം, ഹ്യൂമാനിറ്റീസ് എടുത്തവർക്കും ആവാം. ഹ്യൂമാനിറ്റീസ് എടുത്തവരാണെങ്കിൽ ഈ മേഖലയുമായി ബന്ധപ്പെട്ട പഠനങ്ങളൊക്കെ കുറച്ച് നേരത്തെ തുടങ്ങാൻ പറ്റും. ജേർണലിസം ഉണ്ട്, ലീഗൽ സ്റ്റഡീസ്, നിയമപഠനം ഉണ്ട്, സൈക്കോളജി ഉണ്ട്, സോഷ്യൽ വർക്ക് ഉണ്ട്, ലാംഗ്വേജ് സ്റ്റഡീസ് ഉണ്ട്, ടീച്ചിങ് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് മേഖലകളുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് സ്ട്രീം സെലക്ഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. തുടക്കത്തിൽ ഞാൻ പറഞ്ഞു 7 സെഷനുകൾ ഇന്നത്തെ ഈ ഒരു 1 അവർ പ്രോഗ്രാമിനുണ്ട്. 1, നമ്മൾ സിജിയെ കുറിച്ച് മനസ്സിലാക്കി. 2, നമ്മൾ കരിയർ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കി. 3, കരിയർ പ്ലാനിങ് ദെൻ സ്ട്രീം സെലക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കി. ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് സബ്ജക്റ്റ് കോമ്പിനേഷൻ ആണ്. ഇതാണ് ഇന്നത്തെ പ്രസന്റേഷന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. സയൻസ് എടുക്കാൻ തീരുമാനിച്ചാൽ പണി കഴിയുന്നില്ല. സയൻസിൽ ഏത് ടൈപ്പ് വേണം? കൊമേഴ്സ് എടുക്കാൻ തീരുമാനിച്ചാൽ നമ്മുടെ വർക്ക് കഴിയുന്നില്ല. ഏത് ടൈപ്പ് കൊമേഴ്സ് വേണം? ഹ്യൂമാനിറ്റീസ് എടുക്കാൻ തീരുമാനിച്ചു, നമ്മുടെ വർക്ക് കഴിയുന്നില്ല. ഹ്യൂമാനിറ്റീസിൽ ഏത് തിരഞ്ഞെടുക്കണം? വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്നിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പൊതുവെ 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾ സയൻസ് അല്ലെങ്കിൽ കൊമേഴ്സ് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് എടുക്കാൻ തീരുമാനിച്ചാൽ വർക്ക് കഴിയുമെന്ന് വിചാരിക്കാറുണ്ട്. പക്ഷെ അവിടെ നല്ലൊരു പ്ലാനിങ് ഉണ്ടായാൽ നമ്മുടെ +1 +2 പഠനം സുഖകരമാക്കാൻ പറ്റും. അല്ലെങ്കിൽ +1 +2 പഠനത്തിൽ ചില വിഷയങ്ങളോടൊക്കെ പ്രയാസപ്പെടുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാവാറുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനു വേണ്ടി മാത്രം നമ്മളൊരു സെഷൻ സംഘടിപ്പിച്ചിരിക്കുന്നത്. +1 സബ്ജക്റ്റ് കോമ്പിനേഷൻ അറിയേണ്ടതെല്ലാം. നമുക്കറിയാം ഫസ്റ്റ് 1 സയൻസ് ഉണ്ട്. ഓക്കെ, സയൻസിൽ തന്നെ വ്യത്യസ്ത സയൻസ് ഉണ്ട്. കൊമേഴ്സിൽ അതുപോലെ ഉണ്ട്, ഹ്യൂമാനിറ്റീസ് അതുപോലെ ഉണ്ട്. നിങ്ങൾ 10ാം ക്ലാസ്സിൽ 10 പേപ്പർ പഠിച്ചിട്ടുണ്ട്. CBSE സ്റ്റുഡൻസ് ആണെങ്കിൽ 5-6 പേപ്പറാണ് പഠിക്കുന്നത്. ദെൻ +1 +2 6 പേപ്പറാണ് പഠിക്കാനുണ്ടാവുക. ഹയർ സെക്കൻഡറിയിൽ ഒന്നാമത്തെ പേപ്പർ ലാംഗ്വേജ് ആണ്. ഫസ്റ്റ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ്, എല്ലാവർക്കും, സയൻസ് ആവട്ടെ, കൊമേഴ്സ് ആവട്ടെ, ഹ്യൂമാനിറ്റീസ് ആവട്ടെ. രണ്ടാമത്തെ പേപ്പർ സെക്കൻഡ് ലാംഗ്വേജ് ആണ്, എല്ലാവർക്കും, സയൻസ് ആവട്ടെ, കൊമേഴ്സ് ആവട്ടെ, ഹ്യൂമാനിറ്റീസ് ആവട്ടെ. ഓക്കെ, അത് എന്താണോ നമ്മൾ ചേരുന്ന സ്കൂളിലുള്ളത് അതാണ് എടുക്കാൻ പറ്റുക. മലയാളം, അറബിക്കൊക്കെ പൊതുവെ ഉണ്ടാവാറുണ്ട്, ഹിന്ദിയും ഉണ്ടാവാറുണ്ട്. ഇതിന് പുറമെ സംസ്കൃതം, ഫ്രഞ്ച് തുടങ്ങിയ വിഷയങ്ങളും സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് നൽകുന്ന സ്കൂളുകളുണ്ട്. ഓക്കെ, പിന്നീടുള്ളതാണ് സബ്ജക്റ്റ്. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സയൻസ് എടുക്കാൻ തീരുമാനിച്ച ഒരാൾക്ക് 9 ടൈപ്പ് സയൻസ് ഉണ്ട്. ശ്രദ്ധിക്കണം. ഞാൻ ഡോക്ടർ ആവാൻ ആഗ്രഹിക്കുന്നു, എഞ്ചിനീയർ ആവാൻ ആഗ്രഹിക്കുന്നു എന്ന് വിചാരിച്ച് സയൻസ് എടുക്കുന്ന ഒരാൾ ശ്രദ്ധിക്കണം, അയാൾ ഏത് ടൈപ്പ് സയൻസ് ആണ് എടുക്കുന്നത് എന്ന്. 9 ടൈപ്പ് സയൻസ് ഉണ്ട്. ഒരു ടൈപ്പ് ഞാൻ പറയാണ്, PCMB എന്നാണ് ഇതിനെ പൊതുവെ പറയാ. ഏറെക്കുറെ എല്ലാ സ്കൂളിലും ഇതാണ് ഉണ്ടാവുക. പൊതുവെ കുട്ടികൾ ഓപ്റ്റ് ചെയ്യലും ഇതാണ്. എന്താണ് PCMB എന്ന് പറഞ്ഞാൽ? ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി. ഇതിന്റെ ഒരു പ്രത്യേകത, മാത്സ് ഉള്ളത് കൊണ്ട് ഹയർ സ്റ്റഡീസിന് പോകാൻ പറ്റും, എഞ്ചിനീയറിംഗ് മേഖലയിലേക്ക്. ബയോളജി ഉള്ളത് കൊണ്ട് മെഡിക്കൽ മേഖലയിലേക്കും പോകാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് ഒരാളിപ്പം സയൻസ് എടുത്തിട്ട് മെഡിക്കൽ കിട്ടിയിട്ടില്ലെങ്കിൽ എഞ്ചിനീയറിംഗിന് പോകണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ മെഡിക്കലിനും പോവാം, എഞ്ചിനീയറിംഗിനും പോവാം. ഈ കോമ്പിനേഷൻ എടുത്താൽ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇനി ഒരാൾക്ക് ബയോളജി ഇഷ്ടമില്ല എന്ന് വിചാരിക്കുക, വെറുതെ 2 വർഷം ബയോളജി പഠിക്കേണ്ട, ബയോളജി ഇല്ലാത്ത സയൻസ് എടുക്കാം. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, കമ്പ്യൂട്ടർ സയൻസ്. ഇനി ഒരാൾക്ക് കമ്പ്യൂട്ടർ സയൻസ് ഇഷ്ടമുണ്ട് എന്ന് വിചാരിക്കുക, ഇതെടുക്കാം. ഇനി ഒരാൾ IT ഫീൽഡിലേക്ക് എഞ്ചിനീയറിംഗിന് പോകാൻ ആഗ്രഹിക്കുകയാണ്, 2 വർഷം നേരത്തെ IT പഠിച്ചു തുടങ്ങാം, കമ്പ്യൂട്ടർ പഠിച്ചു തുടങ്ങാം. ഇങ്ങനെ വളരെ വ്യത്യസ്തമായ കോമ്പിനേഷൻസ് ഉണ്ട്. 2 പറഞ്ഞു, ഇനി 7 വേറെയും ഉണ്ട്. പക്ഷെ എല്ലാം എല്ലാ സ്കൂളുകളിലും ഉണ്ടാവില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊന്നാണ് ഇലക്ട്രോണിക്സ്. കമ്പ്യൂട്ടർ സയൻസ് ഇല്ല, ഇലക്ട്രോണിക്സ്. മറ്റൊന്നാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഇപ്പൊ ഡാറ്റാ സയൻസ് മേഖലയിലേക്കൊക്കെ പോകാൻ ആഗ്രഹമുള്ളവർക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് +2 തലത്തിൽ 2 വർഷം പഠിക്കുന്നത് എന്തുകൊണ്ടും അഡ്വാൻറ്റേജ് ആണ്. ഹോം സയൻസ്, ചില ആൾക്കാർക്ക് മാത്സ് ഇഷ്ടം ഉണ്ടാവില്ല, സയൻസിനോട് ഇഷ്ടം ഉണ്ടാവും. അത്തരം ആൾക്കാർക്ക് ഹോം സയൻസ് ഉള്ള സയൻസ് എടുക്കാം.
ക്ലിയർ അല്ലേ? ദെൻ ജിയോളജി മറ്റൊരു ഓപ്ഷനാണ്. സൈക്കോളജി മാത്സ് ഇല്ലാത്ത ഉള്ള സൈക്കോളജി, ബയോളജി ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ഫിസിക്സ് ഉണ്ട്, മെഡിക്കൽ ടാർഗറ്റ് ചെയ്യാം, മാത്സ് പഠിക്കേണ്ടതില്ല. പക്ഷെ ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, മാത്സ് രക്ഷപ്പെട്ട് മാത്സ് ഇല്ലാത്ത സയൻസ് ഒക്കെ എടുക്കുന്ന സമയത്ത് ഫിസിക്സ് പഠിക്കാൻ മാത്സ് വേണമെന്നുള്ള ഒരു ധാരണ ഉണ്ടാവണം. അതുപോലെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒക്കെ എഴുതാൻ കുറച്ച് സ്പീഡും ആക്യുറസിയും ഒക്കെ വേണം. അതൊക്കെ മാത്സ് ഉള്ളവർക്കാണ് പൊതുവെ കണ്ടുവരാറ്. അതുകൊണ്ട് മാത്സ് ഒഴിവാക്കി നമ്മൾ ഹൈലി കോമ്പറ്റേറ്റീവ് എൻട്രൻസ് എക്സാം ഒക്കെ ടാർഗറ്റ് ചെയ്യുമ്പോൾ ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാവാറുണ്ട്. ഫോർ എക്സാമ്പിൾ മെഡിക്കൽ നീറ്റ് എൻട്രൻസ് എക്സാംസ് മാത്സ് ഉണ്ടാവില്ല. MBBS സിലബസിൽ 4.5 വർഷം മാത്സ് ഉണ്ടാവില്ല. പക്ഷെ മാത്തമാറ്റിക്കൽ സ്കില്ലൊക്കെ ഉള്ളവർക്കാണ് എൻട്രൻസിലൊക്കെ നല്ലോണം പെർഫോം ചെയ്യാൻ പറ്റുക. അതുകൊണ്ട് മെഡിക്കലൊക്കെ ടാർഗറ്റ് ചെയ്യുന്ന ആൾക്കാർ മാത്സ് ഒഴിവാക്കിയൊക്കെ പോകുന്ന സമയത്ത് ശ്രദ്ധിക്കണം. പക്ഷെ ഒരു ഓപ്ഷൻ ഉണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ്. മറ്റൊന്ന് നോക്കുക, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഹോം സയൻസ്. ഓക്കെ, മാത്സ് ഇല്ലാത്തതാണ്. ദെൻ ഫിസിക്സ്, കെമിസ്ട്രി, കമ്പ്യൂട്ടർ സയൻസ്, ജിയോളജി. ഓക്കെ, മാത്സും ഇല്ല, ബയോളജിയും ഇല്ല. ഈ രീതിയിലാണ് സയൻസ് കോമ്പിനേഷൻ. ദെൻ കൊമേഴ്സ് എടുക്കാൻ തീരുമാനിച്ചവരുണ്ടെങ്കിൽ കേൾക്കണം, 4 ടൈപ്പ് കൊമേഴ്സ് ഉണ്ട്. ഓക്കെ, ഒന്ന് അക്കൗണ്ടൻസി, ബിസിനസ് സ്റ്റഡീസ്, എക്കണോമിക്സ്. ഇതെല്ലാ ആൾക്കാർക്കും ഉണ്ടാവും. തുടക്കത്തിൽ ഈ സബ്ജക്ട് കോമ്പിനേഷനുമായി പറഞ്ഞ സമയത്ത് പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുകയാണ്. 6 പേപ്പറാണ് ഉണ്ടാവുക +1 +2. ഒന്നാമത്തെ പേപ്പർ ഇംഗ്ലീഷ് എല്ലാവർക്കും, സയൻസ് ആയാലും കൊമേഴ്സ് ആയാലും ഹ്യൂമാനിറ്റീസ് ആയാലും. രണ്ടാമത് സെക്കൻഡ് ലാംഗ്വേജ്, അറബി ആവാം, മലയാളമാവാം, ഹിന്ദി ആവാം, ഉറുദു ആവാം, സംസ്കൃതമാവാം, ഏതുമാവാം. നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സ്കൂൾ ഏതാണുള്ളത് അത് പഠിക്കുക. അതിനുശേഷം 4 പേപ്പർ ഉണ്ട്. ആ 4 പേപ്പർ വ്യത്യസ്ത കോമ്പിനേഷനിലായിരിക്കും. അതാണ് നമ്മുടെ ഡിസ്കഷൻ. സയൻസ് പറഞ്ഞു കഴിഞ്ഞു, 9 ടൈപ്പ്. കൊമേഴ്സ് 4 ടൈപ്പ്. ഓക്കെ, 4 സബ്ജക്ട്: അക്കൗണ്ടൻസി, ബിസിനസ് സ്റ്റഡീസ്, എക്കണോമിക്സ്, മാത്തമാറ്റിക്സ്. ഓക്കെ, ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, മാത്തമാറ്റിക്സ് ഉള്ള കൊമേഴ്സ് എടുത്താൽ ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. ഒരാൾ CAക്ക് പോവാണ് കൊമേഴ്സിന് ശേഷം, CA എൻട്രൻസ് എക്സാമിൽ ഒരു പേപ്പർ മാത്സ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ വലിയ വലിയ സ്ഥാപനങ്ങളിലേക്ക് +2വിന് ശേഷം എക്കണോമിക്സ് പഠിക്കാൻ പോവുകയാണെങ്കിൽ ചില സ്ഥാപനങ്ങളിൽ എക്കണോമിക്സ് പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ഇനി +2 കഴിഞ്ഞ് ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് നിങ്ങൾ ഏതെങ്കിലും ജോലിക്കൊക്കെ ശ്രമിക്കുകയാണ്, ഗവൺമെന്റ് മേഖലയിലെ ജോലിക്കൊക്കെ ശ്രമിക്കുമ്പോൾ മത്സര പരീക്ഷകളിൽ മാത്സ് ഉണ്ടാവും. അപ്പൊ അർത്ഥത്തിൽ കൊമേഴ്സ് മാത്തമാറ്റിക്സ് എടുത്താൽ ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. അതേസമയം ഇത് +2 സയൻസ് സ്റ്റുഡൻസ് പഠിക്കുന്ന സെയിം മാത്സ് ബുക്കാണെന്ന് മനസ്സിലാക്കുകയും വേണേ. നല്ല കഴിവ് വേണം, ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാവുകയും വേണം. ഓക്കെ, ഇനി ഒരാൾക്ക് മാത്സ് ഇഷ്ടമില്ല, വേറെ പറയുകയാണെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇഷ്ടമാണ്, കമ്പ്യൂട്ടർ ഉള്ള കൊമേഴ്സ് ഉണ്ട്. ഇനി സ്റ്റാറ്റിസ്റ്റിക്സ് ഉള്ളതുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഡാറ്റാ സയൻസ് മേഖലയിലേക്കൊക്കെ വരാൻ സഹായിക്കും. എക്കണോമിക്സും സ്റ്റാറ്റിസ്റ്റിക്സും ഒക്കെ ഒന്നിച്ചു പഠിക്കുന്നതിന് ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. ഓക്കെ, ഡിഗ്രിക്ക് ശേഷമുള്ള PGയിലേക്കൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു കോമ്പിനേഷനാണ്. മറ്റൊന്നാണ് പൊളിറ്റിക്കൽ സയൻസ്. ഓക്കെ, പൊതുവെ സ്കൂളുകളിൽ ഉണ്ടാവുക കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണ് കൂടുതൽ. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സയൻസും ഉണ്ടാവാറുണ്ട്. മാത്സ് ഉള്ള സ്ഥാപനങ്ങൾ കുറവായിരിക്കും, സ്റ്റാറ്റിസ്റ്റിക്സ് ഉള്ള സ്ഥാപനങ്ങൾ കുറവായിരിക്കും. എനിവേ ഈ 4 കൊമേഴ്സ് മാത്തമാറ്റിക്സ് എടുക്കുന്നതിന് ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. ഓക്കെ, ദെൻ വൺ മോർ, ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പ്. ഓക്കെ, സയൻസ് 9 ആണ്, കൊമേഴ്സ് 4 ആണ്. ആൾക്കാർ വിചാരിക്കും ഹ്യൂമാനിറ്റീസിൽ 3 or 2 ഉണ്ടാവുള്ളൂ എന്ന്. സോറി, ഏറ്റവും കൂടുതൽ സബ്ജക്ട് കോമ്പിനേഷൻസ് ഉള്ളത് ഹ്യൂമാനിറ്റീസിലാണ്. ഓക്കെ, 32 ടൈപ്പ് ഉണ്ട്. 32 ടൈപ്പ്. ഫസ്റ്റ് പേപ്പർ പറഞ്ഞു കഴിഞ്ഞു ഇംഗ്ലീഷ്, സെക്കൻഡ് പേപ്പർ പറഞ്ഞു കഴിഞ്ഞു സെക്കൻഡ് ലാംഗ്വേജ് അറബി, മലയാളം, ഹിന്ദി, ഉറുദു, ലൈക്ക് ദാറ്റ്. ദെൻ 4 സബ്ജക്ട് ഉണ്ടാവും: ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, ജിയോഗ്രഫി, ഒരു കോമ്പിനേഷൻ. ഓക്കെ, ഇതേപോലെ പൊളിറ്റിക്കൽ സയൻസ് ഉള്ളതുണ്ട്, മ്യൂസിക് ഉള്ളതുണ്ട്. ഇപ്പൊ മ്യൂസിക് ഒക്കെ പഠിക്കാൻ താല്പര്യമുണ്ട്, ഡിഗ്രി +2വിന് ശേഷം മ്യൂസിക് പഠിക്കണമെന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ +2 തലത്തിൽ തന്നെ മ്യൂസിക് പഠിക്കാനുള്ള സ്കൂളുകളുണ്ട്. പക്ഷെ കുറഞ്ഞ സ്കൂളുകളിൽ ഉണ്ടാവുള്ളൂ. ക്ലിയർ അല്ലേ? ഇതുപോലെ ജിയോളജി പഠിക്കാൻ പറ്റും, ഗാന്ധിയൻ സ്റ്റഡീസ് പഠിക്കാൻ പറ്റും. ഇതൊക്കെ +2 ഹ്യൂമാനിറ്റീസ് എടുത്തിട്ടാണ് നമുക്ക് പഠിക്കാൻ കഴിയുക. ഫിലോസഫി, ഓക്കെ, നരവംശ ശാസ്ത്രം എന്ന് പറയും, മനുഷ്യന്മാരുടെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ടൊക്കെ പഠിക്കുന്ന വിഷയങ്ങൾ. സോഷ്യൽ വർക്ക് ഉണ്ട്, സൈക്കോളജി പഠിക്കാൻ പറ്റും ഹ്യൂമാനിറ്റീസിൽ. ഓക്കെ, ആന്ത്രോപോളജി പഠിക്കാൻ പറ്റും. ഇങ്ങനെ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. മലയാളം, ഇവിടെ ശ്രദ്ധിക്കുക, സെക്കൻഡ് ലാംഗ്വേജ് മലയാളമോ അറബിയോ ഹിന്ദിയോ ഒക്കെ എടുക്കുക. അതിന് പുറമെ നിങ്ങൾ ഹിസ്റ്ററി പഠിക്കുന്നത് പോലെ, എക്കണോമിക്സ് പഠിക്കുന്നത് പോലെ, സയൻസ് സ്റ്റുഡൻസ് ഫിസിക്സ് പഠിക്കുന്നത് പോലെ, കൊമേഴ്സ് സ്റ്റുഡൻസ് അക്കൗണ്ടൻസി പഠിക്കുന്നത് പോലെ ഒരു വിഷയമാണ് എന്ത് ഇവിടെ മലയാളം. ഇതേപോലെ മറ്റ് ലാംഗ്വേജും ഉണ്ട്, കന്നഡ ഉണ്ട്, അറബി ഉണ്ട്, ഉറുദു ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഈ രീതിയിൽ പഠിക്കാനുണ്ടാവും.
ഓക്കെ. പക്ഷെ ശ്രദ്ധിക്കുക, ഇതൊന്നും എല്ലാ സ്കൂളുകളിലും ഉണ്ടാവില്ല. പൊതുവെ ഉണ്ടാവുക ആദ്യം പറഞ്ഞ കോമ്പിനേഷനാണ്: ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി തുടങ്ങിയവ. ഓക്കെ. ഇസ്ലാമിക് ഹിസ്റ്ററി പഠിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ജേർണലിസം. ഇപ്പൊ ഒരാൾ +2 കഴിഞ്ഞു ജേർണലിസം മേഖലയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജേർണലിസം പഠിക്കാൻ +2 തന്നെ ഓപ്ഷൻ ഉണ്ട് ഹ്യൂമാനിറ്റീസിൽ. അതുപോലെ ലാംഗ്വേജ് സ്റ്റഡീസ് ഒക്കെ നല്ല താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഉള്ള കോമ്പിനേഷൻ ഉണ്ട് ഹ്യൂമാനിറ്റീസിൽ. അതുപോലെ ലാംഗ്വേജ് നല്ലവണ്ണം ഇഷ്ടമുണ്ട്, സാഹിത്യം ഇഷ്ടമുണ്ട്, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിക്കാനുള്ള ഓപ്ഷൻ ഒക്കെ ഉള്ളത് ഹ്യൂമാനിറ്റീസിലാണ്. വീണ്ടും ഞാൻ പറയുകയാണ്, എല്ലാ കോമ്പിനേഷനും എല്ലാ സ്കൂളിലും ഉണ്ടാവില്ല. വളരെ കുറഞ്ഞ സ്കൂളുകളിലെ ഈ ചില കോമ്പിനേഷനുകളൊക്കെ ഉണ്ടാവുള്ളൂ. ഉദാഹരണം പറയുകയാണെങ്കിൽ ചില കോമ്പിനേഷനൊക്കെ ഒരു ജില്ലയിൽ 2-3 സ്കൂളിലേക്കേ ഉണ്ടാവുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഒരു വിഷയത്തോട് നല്ല ക്രൈസ് ഉണ്ട്, വളരെ നേരത്തെ അത് പഠിച്ചു തുടങ്ങണമെന്നൊക്കെ അതിയായ ആഗ്രഹം ഉണ്ടെങ്കിൽ, പോയി വരാൻ കഴിയുമെങ്കിൽ അത്തരം സ്കൂളുകളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓപ്റ്റ് ചെയ്യാം. ഇതൊന്നും ഇതേ വിഷയം തന്നെ +2 പഠിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പഠിക്കുകയാണെങ്കിൽ അതിന്റെ അഡ്വാൻറ്റേജ് ഉണ്ടാവുമെന്ന് മാത്രം, നിർബന്ധമല്ല ഹയർ സ്റ്റഡീസിന് പോവാൻ. ഓക്കെ. അവസാനിപ്പിക്കുകയാണ് ഞാൻ എൻ്റെ പ്രസന്റേഷൻ. ഫെയിലിംഗ് ടു പ്ലാൻ മീൻസ് പ്ലാനിങ് ടു ഫെയിൽ. എനിക്ക് അവസാനമായിട്ട് പറയാണ് ഈ പ്രസന്റേഷനിൽ, നിങ്ങളൊരു കാര്യം പ്ലാൻ ചെയ്യാൻ പരാജയപ്പെടുക എന്ന് പറഞ്ഞ അർത്ഥം നിങ്ങളൊരു കാര്യം പരാജയപ്പെടാൻ പ്ലാൻ ചെയ്യുന്നു എന്നാണ്. നമുക്കറിയാം, നമ്മൾ ആരും തന്നെ പരാജയപ്പെടാൻ ബോധപൂർവം പ്ലാൻ ചെയ്യാറില്ല, അല്ലെ? പരാജയപ്പെടാൻ നമ്മൾ ആരും ചെയ്യാറില്ല, പ്ലാൻ ചെയ്യാറില്ല. പക്ഷെ നമ്മൾ പലപ്പോഴും പ്ലാൻ ചെയ്യാൻ പരാജയപ്പെട്ടു പോവാറുണ്ട്. ഓക്കെ. അത്തരം പ്ലാനിങ് പരാജയപ്പെടുന്ന ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം സെഷൻസ് നമ്മൾ സംഘടിപ്പിക്കുന്നത്. ഇത്തരം സെഷൻസ് സിജിയിൽ എല്ലാ ഞായറാഴ്ചകളിലും നടത്താറുണ്ട്. ഈ കേൾക്കുന്ന കുട്ടികൾ അടുത്ത ദിവസങ്ങളിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ദെൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ ഈ ഒരു മെസ്സേജ് കൈമാറാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളാരും പ്ലാൻ ചെയ്യാൻ പരാജയപ്പെട്ടു പോവാതിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രസന്റേഷൻ അവസാനിപ്പിക്കുകയാണ്. ഇനി 7ാമത്തെ ഭാഗത്തേക്ക് വരികയാണ്. അത് Q&A സെഷനാണ്. ഇവിടെ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് രക്ഷിതാക്കൾക്കുള്ള സംശയങ്ങൾ ചോദിക്കാം, പ്രത്യേകിച്ച് സബ്ജക്ട് കോമ്പിനേഷൻ, സ്ട്രീം സെലക്ഷൻ. ഓക്കെ. അതിനാണ് ഇന്നത്തെ Q&A സെഷന് പ്രിഫറൻസ് കൊടുക്കുന്നത്. ഇനി അത് കഴിഞ്ഞതിന് ശേഷം ആർക്കെങ്കിലും സയൻസ് എടുത്താൽ എങ്ങോട്ട്, മെഡിക്കൽ, എഞ്ചിനീയറിംഗ്, അലൈഡ് ഹെൽത്ത് പ്രൊഫഷൻ, അതുപോലെ തന്നെ പ്യുവർ സയൻസ്, അതുപോലെ തന്നെ കൊമേഴ്സ്, അക്കൗണ്ടിങ്, മാനേജ്മെന്റ്, ബിസിനസ്, ഒക്കെ അതൊക്കെയായി ബന്ധപ്പെട്ട് ഹ്യൂമാനിറ്റീസ്, സോഷ്യൽ മേഖല, ജേർണലിസം, സൈക്കോളജി, സോഷ്യൽ വർക്ക്, ടീച്ചിങ്, ലാംഗ്വേജ് സ്റ്റഡീസ്, അതുമായി ബന്ധപ്പെട്ടൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ചോദിക്കാനുള്ള അവസരമാണ്. ചോദ്യം ചോദിക്കുന്ന സമയത്ത് അൺമ്യൂട്ട് ചെയ്യുക, ചോദിക്കുക. അതാണ് നല്ലത്. കാരണം ക്വസ്റ്റ്യൻ എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെങ്കിലൊക്കെ ചോദിച്ച് ക്ലിയർ ചെയ്യാൻ പറ്റും. ദെൻ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ചോദ്യം ചോദിക്കുകയും ചെയ്യാം. പക്ഷെ അങ്ങനെ ചോദിക്കുന്ന സമയത്ത് ആ ചോദിച്ച ആളുണ്ടോ എന്നില്ലെങ്കിൽ നമുക്ക് ഉറപ്പുണ്ടാവില്ല. അതുപോലെ തന്നെ എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ ചോദിക്കാനൊക്കെ പ്രയാസമായിരിക്കും. സോ അൺമ്യൂട്ട് ചെയ്ത് ചോദ്യം ചോദിക്കാൻ പ്രത്യേകം ആവശ്യപ്പെടുകയാണ്. ഇനി ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ചാറ്റ് ബോക്സിൽ വന്നിട്ടുണ്ടെങ്കിൽ നബീൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ സൗകര്യമാണ്. എല്ലാവർക്കും നല്ലൊരു അക്കാദമിക് ലൈഫ്, തുടർന്നൊരു കരിയർ ലൈഫും ആശംസിച്ചുകൊണ്ട് പ്രസന്റേഷൻ അവസാനിപ്പിക്കുകയാണ്. Q&A സെഷൻ ഓപ്പൺ ടു ഓൾ. ഒരു ക്വസ്റ്റ്യൻ ഇപ്പൊ ചാറ്റിൽ വന്നിട്ട്, ചാറ്റിൽ സിവിൽ വന്നതിന് മുന്നേ നമ്മൾ ഓപ്പൺ ആയിട്ട് കുറച്ച് സമയം അവസരം കൊടുക്കുക. എന്നിട്ട് വരുന്നില്ലെങ്കിൽ നമുക്ക് ചാറ്റ് ബോക്സും ചോദിക്കാം. നബീൽ. സാറി പറഞ്ഞത് ഇപ്പൊ ഇതുവരെ ഈ സ്റ്റേറ്റ് ബോർഡിന്റെ ആണല്ലോ. യെസ്. മറ്റ് ബോർഡ്സ് ഉണ്ടല്ലോ, ഈ CBSE, ICS ഒക്കെ, അവിടെയൊക്കെ കുറച്ചും കൂടി കൂടുതൽ കോമ്പിനേഷൻസ് ഉണ്ടെന്ന് തോന്നുന്നുണ്ടല്ലേ? ഇല്ല, അവിടെയൊക്കെ കോമ്പിനേഷൻസ് പൊതുവെ കുറവല്ലേ. 9 ടൈപ്പ് സയൻസ് CBSE ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് മറ്റ് VHSE അതുപോലെ തന്നെ CBSE ഒക്കെ ആയി ബന്ധപ്പെട്ടെ ഒരു സെഷൻ വേറെ ഈ രീതിയിൽ നമുക്ക് ഓർഗനൈസ് ചെയ്യാം. നിസാർക്ക. താങ്ക് യു. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി സർ. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി.
സാർ എൻ്റെ സംശയം പിന്നെ ഇന്നത്തെ ഇതിലൊക്കെ അനുയോജ്യമാണെന്ന് അറിയില്ല, അല്ലെങ്കിൽ അത് സാർ എനിക്ക് പിന്നെ വേറൊരു ഇത് പറഞ്ഞു തന്നാൽ മതി. ന്യൂറോ സയൻസുമായിട്ട് അതായത് ന്യൂറോ സൈക്കോളജി ഇതിൻ്റെയൊക്കെ അത് എന്താണ് അതിന്റെ ഡിഫറൻസ്? അതിന് നമുക്ക് അതിന്റെ ഓപ്പർച്യൂണിറ്റീസ് അതൊക്കെ ഒന്ന് അറിയാൻ എങ്ങനെയാണ് വഴി? എനിക്ക് തോന്നി ഇത് അതിനുള്ള ഈ സെക്ഷനല്ല എങ്കിൽ ഞാൻ പിന്നീട് കോൺടാക്ട് ചെയ്തോളാം. അതായത് സൈക്കോളജിയിൽ ഒരുപാട് സ്പെഷ്യലൈസേഷനുകൾ ഉണ്ട്. ആ സ്പെഷ്യലൈസേഷൻ അനുസരിച്ചാണ് നമ്മുടെ ജോലി സാധ്യതകൾ അല്ലെങ്കിൽ ജോലിയുടെ സ്ഥലങ്ങൾ വരുന്നത്. അതെ അതെ. ഇപ്പം ചൈൽഡ് സൈക്കോളജി ഉണ്ട്, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ സൈക്കോളജി ഉണ്ട്, ബിഹേവിയറൽ, എഡ്യൂക്കേഷണൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ കുറച്ചും കൂടെ ഡീപ്പായിട്ട് കാര്യങ്ങൾ പഠിക്കുന്ന ഒന്നാണ് ന്യൂറോ സൈക്കോളജി, ആ രീതിയിലേക്ക് വരുന്നത്. അപ്പം +2 തലത്തിൽ സയൻസ് എടുക്കുന്നതാണ് സൈക്കോളജി മേഖലയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലത്. +2 സയൻസ് പഠിക്കാത്ത ആൾക്കാർക്കും സൈക്കോളജിയിലേക്ക് വരാം. പക്ഷേ ഈ പറയുന്ന ന്യൂറോ സൈക്കോളജി തുടങ്ങിയ മേഖലയിലേക്ക് വരുന്ന സമയത്ത് +2 തലത്തിലെ സയൻസ് എന്തുകൊണ്ടും ഉപകാരപ്പെടും. +2 ശേഷം BSc സൈക്കോളജി 3 വർഷം അല്ലെങ്കിൽ 4 വർഷം ചെയ്യാം. അതിനുശേഷമാണ് കാര്യമായിട്ട് ഈ രീതിയിലേക്കുള്ള സ്പെഷ്യലൈസേഷനുകളൊക്കെ വരിക. MSc സൈക്കോളജി എടുക്കുന്ന സമയത്ത് ദെൻ ഒരു റിസർച്ച് ലെവലിലേക്കൊക്കെ പോകാൻ നമുക്ക് വീണ്ടും PG, MPhil, അതുപോലെ തന്നെ PhD കോഴ്സുകളൊക്കെ ഉണ്ട്. പിന്നെ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് പൊതുവായിട്ടൊരു കാര്യം പറയാണ്. പൊതുവെ കുട്ടികളൊക്കെ ഈ നോവൽ വായിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ സിനിമ കണ്ടത് കൊണ്ടോ ഒക്കെ ഉള്ള ഒരു സൈക്കോളജി ഇഷ്ടപ്പെടുന്നത്, സൈക്കോളജിസ്റ്റ് ആവാൻ ആഗ്രഹിക്കുന്നതൊക്കെ ഉണ്ടാവാറുണ്ട്. കുറച്ച് നല്ല റിസർച്ച് മൈൻഡ് വേണം. ഒരു ലോങ് ടേം പ്ലാനൊക്കെ ഉള്ളവർക്കാണ് ഈ മേഖലയിലേക്ക് കൂടുതൽ ഷൈൻ ചെയ്യാൻ പറ്റുക എന്നും കൂടെ സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കുകയാണ്. അതിന്റെ സ്ഥാപനങ്ങൾ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ സമയമല്ല. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് നേരിട്ട് കോണ്ടാക്ട് ചെയ്യുകയോ സംസാരിക്കുകയൊക്കെ ചെയ്യാം. താങ്ക് യു സാർ. ഫിസിക്കൽ എഡ്യൂക്കേഷൻ സെക്കൻഡ് ലാംഗ്വേജിലാണോ വരുക? അല്ലല്ല, ഫിസിക്കൽ എഡ്യൂക്കേഷൻ പഠിക്കാൻ പ്രത്യേകിച്ച് ഹയർ സെക്കൻഡറിയിൽ അങ്ങനെ ഒരു കോമ്പിനേഷൻ വരുന്നില്ല. അത് +2 ശേഷം നമുക്ക് സയൻസ് എടുത്ത ആൾക്കാർക്കും കോമേഴ്സ് എടുത്ത ആൾക്കാർക്കും അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസ് എടുത്ത ആൾക്കാർക്കും ഒക്കെ ഫിസിക്കൽ എഡ്യൂക്കേഷനിലേക്ക് ഹയർ സർവീസ് നടത്താൻ പറ്റും. അതല്ല CBSE കോമ്പിനേഷൻ CBSE ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്നുള്ള ഒരു സബ്ജക്ട് കോമ്പിനേഷൻ വരുന്നുണ്ട്. അതുപോലെ അവിടെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന് പൊതുവെ IP എന്നാണ് പറയാറ്, ഇൻഫർമേഷൻ പ്രാക്ടീസ്. CBSEയുമായി ബന്ധപ്പെട്ട് VHSEയുമായി ബന്ധപ്പെട്ടൊക്കെ സെപ്പറേറ്റ് സെഷൻ തന്നെ വേണ്ടി വരും. കാരണം ഹയർ സെക്കൻഡറി ആയിട്ട് കമ്പയർ ചെയ്യുമ്പം അവിടെ സബ്ജക്ട് കോമ്പിനേഷൻ വ്യത്യാസങ്ങളുണ്ട്. പൊതുവായിട്ട് പറയുമ്പോൾ ഇത് തന്നെയാണ് കേട്ടോ, സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്. അപ്പൊ ഈ ഒരു സബ്ജക്ട് എന്ത് എന്നത് വലിയൊരു വിഷയമല്ല. 4എണ്ണത്തിൽ 3 പ്രധാനമായിട്ടും നമ്മുടെ ഹയർ സ്റ്റഡീസിനെ ഉപകാരപ്പെടുക അല്ലെങ്കിൽ ആവശ്യം ഉണ്ടാവുക. ഹലോ സർ. യെസ്. ഹ്യൂമാനിറ്റീസില് നമ്മള് IT ഫീൽഡിൽ എന്ത് തമ്മിലുള്ള സ്ട്രീംസ് ഒക്കെ ഉണ്ടാവാം? IT ആണോ ചോദിക്കുന്നത്? ഇൻഫർമേഷൻ ടെക്നോളജി അല്ലേ ചോദിക്കുന്നത്? അതായത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഈ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉള്ള ഒരു കോമ്പിനേഷന് ഹയർ സെക്കൻഡറിയിൽ ഉണ്ട്. പക്ഷേ ഇതിന്റെ ഒരു വിഷയം എന്താന്ന് വെച്ചാൽ, ഇപ്പൊ കമ്പ്യൂട്ടറൊക്കെ ഇഷ്ടമുള്ള ഒരാളാണ്, ആ മേഖലയിലേക്ക് പോകാനൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ, നല്ല കഴിവുള്ള ആൾക്കാരാണെങ്കിൽ സയൻസ് തന്നെ എടുക്കുകയാണ് നല്ലത്. കാരണം ഒരു BTech ലെവലിലേക്കൊക്കെ പോകാൻ +2 തലത്തിൽ സയൻസ് വേണം. ഈ ഹ്യൂമാനിറ്റീസിലെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഒക്കെ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും കമ്പ്യൂട്ടർ വേണമല്ലോ, AI കാലമാണല്ലോ. മൊത്തത്തില് കമ്പ്യൂട്ടർ പഠിക്കുക എന്നുള്ള രീതിയിൽ മറ്റു വിഷയങ്ങളൊക്കെ പഠിക്കാൻ സഹായിക്കാൻ എന്നുള്ള അർത്ഥത്തിലാണ് ഈ ഹ്യൂമാനിറ്റീസ് തലത്തിലെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഒക്കെ കൂടുതലായിട്ട് ഉപകാരപ്പെടുള്ളൂ. ഹയർ സ്റ്റഡീസിനൊക്കെ +2 തലത്തിൽ ഹ്യൂമാനിറ്റീസ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിച്ചത് കൊണ്ട് വലിയ അഡ്വാൻറ്റേജ് ഉണ്ടാവില്ല. ഇപ്പൊ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ BCA ഹയർ സ്റ്റഡീസിന് പോകാൻ +2 തലത്തിൽ കമ്പ്യൂട്ടറുള്ള ആൾക്കാർക്ക് പോകാൻ പറ്റും. ഭാരതത്തില് സോഫ്റ്റ്വെയർ മേഖല താല്പര്യമുണ്ട്, ഒരു BTech ലെവലിൽ സയൻസ് എടുത്ത് പോകാൻ കോൺഫിഡൻസ് ഇല്ലെങ്കിൽ +2 തലത്തിൽ കൊമേഴ്സിലെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനോ ഹ്യൂമാനിറ്റീസിലെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനോ ഒക്കെ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? BCA, MCA ആ രീതിയിൽ പോകാൻ പറ്റും. പക്ഷെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും BCAക്ക് +2 തലത്തിൽ സയൻസ് ഇല്ലാതെ പോകാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ആ ഒരു ഇഷ്യൂ ഇല്ല. ഹ്യൂമാനിറ്റീസിൽ എത്ര കോമ്പിനേഷൻസ് ഉണ്ടെന്ന്? 32 ആണോ സാർ? യെസ്. താങ്ക് യു.
എനിക്ക് CUET എഴുതണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ ഹ്യൂമാനിറ്റീസ് സ്ട്രീമാണ് ഇപ്പൊ എടുക്കുന്നത്. അപ്പൊ CUETന്റെ കോച്ചിങ് എവിടെയെങ്കിലും ലഭ്യമായിട്ട് അറിയോ? CUT കോച്ചിങ് ഓൺലൈനിലായിട്ടും ഓഫ്ലൈനിലായിട്ടും ഒക്കെ ഒരുപാട് ലഭ്യമാണ്. അതൊക്കെ പൊതുവെ പ്രൈവറ്റ് സ്ഥാപനങ്ങളാണ് നടത്തുന്നത്. ഈ ഒരു വേദിയിൽ ഇരുന്നിട്ട് ഞാൻ പ്രത്യേകിച്ച് ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിന്റെ പേര് പറയുന്നില്ല. അതിന്റെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട ഒറ്റ കാര്യം മാത്രം സൂചിപ്പിക്കുകയാണ്. 3 സെഷൻസ് ആണ് CUETക്ക് ഉണ്ടാവുക. +2 കഴിഞ്ഞ് CUET എഴുതുന്ന ആൾക്കാർക്ക്, പ്രത്യേകിച്ച് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഒക്കെ ടാർഗറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക്. ഒന്നാമത്തത് സെഷൻ 1 എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് ആണ്. അത് മിക്കവാറും ഇംഗ്ലീഷ് ആണ് എഴുതേണ്ടി വരിക. ഓക്കെ. രണ്ടാമത്തത് ഡൊമൈൻ സബ്ജക്റ്റ് എന്ന് പറയും. ഒരു 27ഓളം സബ്ജക്റ്റ് ഉണ്ട്. അത് നിങ്ങൾ +1 +2 പഠിച്ച സബ്ജക്റ്റ് ആയിരിക്കും. ഓക്കെ. +2 സിലബസ് മാത്രമാണ് എക്സാമിന് ചോദിക്കുക, +1 ചോദിക്കുന്നതല്ല. ഇപ്പൊ ഒരാള് കെമിസ്ട്രി പഠിക്കാൻ പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ കെമിസ്ട്രി ക്ലിയർ. ഒരാള് BCom പഠിക്കാൻ പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അക്കൗണ്ടൻസി. ഒരാൾ എക്കണോമിക്സ് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എക്കണോമിക്സ്. ആ രീതിയിൽ സബ്ജക്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ. അതാണ് സെഷൻ 2. സെഷൻ 3 എന്ന് പറഞ്ഞാൽ ജനറൽ ടെസ്റ്റ് എന്നാണ് പറയാ. അതില് കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ഇംഗ്ലീഷ് ഉണ്ടാവും, മാത്സ് ഉണ്ടാവും, കറണ്ട് അഫയർ ഉണ്ടാവും, ലോജിക് ഉണ്ടാവും, GK ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. ചില കോഴ്സുകളിലേക്ക്, ഫോർ എക്സാമ്പിൾ +2 കഴിഞ്ഞ് നേരിട്ട് BEdന് പോകാനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട് ചില സ്ഥാപനങ്ങളിൽ. ഓക്കെ. അത്തരം കോഴ്സുകൾക്ക്, അതുപോലെ +2 കഴിഞ്ഞ് നേരിട്ട് MBAക്ക് പോകാനുള്ള ഓപ്ഷനുകളൊക്കെ ഉണ്ട്. അത്തരം ചില കോഴ്സുകളിലേക്കൊക്കെ ഈ പേപ്പറാണ് എഴുതേണ്ടി വരിക. ഓക്കെ. അതുകൊണ്ട് +2 സിലബസ് ആയതുകൊണ്ട് നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ സൈറ്റിലൊക്കെ നോക്കിയിട്ട് സെൽഫ് പ്രിപ്പറേഷൻ ഒക്കെ നടത്താം. അതോടൊപ്പം തന്നെ ഏതെങ്കിലും കോച്ചിങ് സെന്ററുകൾ ഡിപ്പെൻഡ് ചെയ്യുന്നതും നല്ലത് തന്നെയാണ്. പൊതുവെ പ്രൈവറ്റ് മേഖലയിലാണ് ഉള്ളത്, അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. പിന്നെ +2 പരീക്ഷ കഴിഞ്ഞ ഉടനെ ജില്ലാ പഞ്ചായത്തുകൾ ഒക്കെ ഈ രീതിയിൽ പ്രോഗ്രാം ഒക്കെ നടത്താറുണ്ട്. അതും നിങ്ങൾക്ക് ആ സമയത്ത് അന്വേഷിക്കാവുന്നതാണ്. ഓക്കെ സർ, താങ്ക് യു. നബീൽ, ആൾക്കാർ അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ആ ചാറ്റ് ബോക്സിൽ വന്ന ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് നിങ്ങൾ വായിച്ചോളൂ. ഒന്ന് ചോദിച്ചോട്ടെ, ഈ +1 അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇന്നത്തെ പ്രസന്റേഷന്റെ സ്കോപ്പിൽ പെടാത്തതാണോ? അതുമായി ബന്ധപ്പെട്ട് നമ്മൾ 10th റിസൾട്ട് വന്ന ഉടനെ ഒരു സെഷൻ സംഘടിപ്പിക്കുന്നതാണ്, ഏകജാലക അഡ്മിഷനുമായി ബന്ധപ്പെട്ട്. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഇപ്പം ചോദിക്കുകയാണെങ്കിൽ ചോദിക്കുകയാവാം. അത് വലിയൊരു വിഷയമായതുകൊണ്ട് അത് പറഞ്ഞാൽ എവിടെ എത്തൂല ഈ ഒരു സമയത്ത്. നിങ്ങൾ ഡൗട്ട് സ്പെസിഫിക് ആണെങ്കിൽ ഇപ്പം ചോദിക്കാം. ക്ലാസ്സിന് ക്ഷണിച്ചവരോട് ഇത് ഉണ്ടാവും എന്ന് പറഞ്ഞിരുന്നു. അത് അങ്ങനെ ചുരുക്കി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ അതായത് സിംഗിൾ വിൻഡോ ഏകജാലകം എന്നാണ് പറയാ. എല്ലാ സ്കൂളുകളിലേക്കും ഒരു ജില്ലയിൽ ഒരു അപ്ലിക്കേഷൻ കൊടുത്താൽ മതി. ഏറ്റവും ഇഷ്ടപ്പെട്ട കോഴ്സും ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥാപനവും നോക്കിയിട്ട് മുകളിൽ എഴുതുക. താഴേക്ക് ഇഷ്ടപ്പെടാത്ത കോഴ്സും ഇഷ്ടപ്പെട്ട സ്ഥാപനവും ഒക്കെ എഴുതി വെക്കുക. ഒന്നാമത്തെ അലോട്ട്മെന്റിൽ ഇഷ്ടപ്പെട്ട കോഴ്സ് ഇഷ്ടപ്പെട്ട സ്ഥാപനത്തിൽ കിട്ടിക്കൊള്ളണമെന്നില്ല. 2-നും 3-നും ഒക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. 2 സെഷനുകളാണ് ഉണ്ടാവാറ്. ഒന്ന് മെയിൻ ആണ്, 2 സപ്ലി ആണ്. മെയിൻ അലോട്ട്മെന്റിൽ 3 എണ്ണം ഉണ്ടാവും, 1, 2, 3. ഒന്നാമത്തെ അലോട്ട്മെന്റിൽ ഇഷ്ടപ്പെട്ട കോഴ്സ് ഇഷ്ടപ്പെട്ട സ്ഥാപനത്തിൽ കിട്ടിയാൽ പെർമനന്റ് ആയിട്ട് ചേരുക, കിട്ടിയിട്ടില്ലെങ്കിൽ താൽക്കാലികമായിട്ട് ചേരുക, ഫീസ് അടക്കാതെ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട്. ദെൻ രണ്ടാമത്തെ അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഇനി 2-ലും കിട്ടിയിട്ടില്ലെങ്കിൽ വീണ്ടും വെയിറ്റ് ചെയ്യുക. 3-ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാറുക, കിട്ടിയിട്ടില്ലെങ്കിൽ എവിടെയാണോ ചേർന്നത് അതിൽ ജോയിൻ ചെയ്യുക. ഇനി 1, 2, 3-ലും ആർക്കും അഡ്മിഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ഓൾറെഡി കൊടുത്ത അപ്ലിക്കേഷൻ ഫോം പുതുക്കാം. അതുപോലെ തന്നെ ആരെങ്കിലും ഫസ്റ്റ് സമയത്ത് അപേക്ഷിച്ചിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ആ സമയത്ത് ക്വാളിഫൈഡ് അല്ലെങ്കിൽ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, സപ്ലിമെന്ററി അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് 2ാം ഘട്ടത്തിൽ അപ്ലിക്കേഷൻ കൊടുക്കാം. ഇതാണ് അതിന്റെ ഒരു മിനിമം. ഏകജാലകം ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ, ഗവൺമെന്റ് എയ്ഡഡ് സ്ഥാപനങ്ങളിലെ മെറിറ്റ് സീറ്റിലേക്ക്. ഇനി ഓരോ സ്ഥാപനത്തിലും എയ്ഡഡ് സ്കൂളുകളാണെങ്കിൽ അതത് കമ്മ്യൂണിറ്റിയിലേക്ക് ഒരു 20% സീറ്റ് റിസർവ് ചെയ്തിട്ടുണ്ടാവും. അത് ക്രിസ്ത്യൻ മാനേജ്മെന്റ്, ഹിന്ദു മാനേജ്മെന്റ്, മുസ്ലിം മാനേജ്മെന്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അതത് കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്കാണ്. അതിന് വേണ്ടിയിട്ട് അതത് സ്കൂളുകളിൽ അപ്ലിക്കേഷൻ കൊടുക്കണം. സെപ്പറേറ്റ് അപ്ലിക്കേഷൻ അതത് സ്കൂളുകളിൽ വേറെ കൊടുക്കണം. മറ്റൊന്ന് മാനേജ്മെന്റ് കോട്ടയാണ്. ഈ പറഞ്ഞതുപോലെ എയ്ഡഡ് സ്കൂളുകളിലേക്കാണെങ്കിൽ മാനേജ്മെന്റ് കോട്ട ഉണ്ടാവും 20%. അത് അതത് മാനേജ്മെന്റ് അവർക്ക് ഇഷ്ടമുള്ളതുപോലെയാണ് അഡ്മിഷൻ കൊടുക്കുന്നത്. അത് ഏത് സ്ഥാപനത്തിലാണോ നിങ്ങൾ ചേരാൻ ആഗ്രഹിക്കുന്നത് ആ സ്ഥാപനത്തിന്റെ മാനേജ്മെന്റുമായി കോണ്ടാക്ട് ചെയ്യണം. പിന്നൊന്ന് സ്പോർട്സ് കോട്ടയാണ്.
അതിന് 2 ഘട്ടമുണ്ട്. ഒന്നാം ഘട്ടത്തിൽ സ്പോർട്സ് കൗൺസിൽ ഉണ്ടാവും ഓരോ ജില്ലക്കും. അതിൽ ഓൺലൈനിലായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആപ്ലിക്കേഷൻ കൊടുക്കുക. അവർ സർട്ടിഫിക്കറ്റ് ഒക്കെ വെരിഫൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു നമ്പർ തരും. ആ നമ്പർ വെച്ചിട്ട് സാധാ പോലെ അപ്ലൈ ചെയ്യുക. സ്പോർട്സ് കോട്ട റിസർവേഷൻ ഉണ്ടാവും. ഇത്രയും കാര്യങ്ങളാണ് പൊതുവായിട്ട് സൂചിപ്പിക്കാനുള്ളത്. ഇവിടെയും ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. ഒരുപാട് കുട്ടികൾ തെറ്റിച്ചിട്ട് ഇഷ്ടപ്പെടാത്ത കോഴ്സിലും ഇഷ്ടപ്പെടാത്ത സ്കൂളിലൊക്കെ പോയി ജോയിൻ ചെയ്ത് പോവേണ്ട അവസ്ഥകളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ 10th റിസൾട്ട് വന്നതിന് ശേഷം പറയും. ഇത്തരം കാര്യങ്ങളൊക്കെ പൊതുവെ കുട്ടികൾ +1 ആപ്ലിക്കേഷൻ ക്ഷണിച്ചാലാണ് ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് നേരത്തെ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് കൂടുതൽ പറയാത്തത്. അടുത്ത സെഷനിൽ താങ്ക് യു. ഹലോ, നമസ്കാരം. ഹലോ, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കാം. ഞാൻ ചോദിക്കുന്നത്, സാധാരണയായിട്ട് +2-ന്റെ ഈ അലോട്ട്മെന്റ് കാത്തിരിക്കുന്ന കുട്ടികളാണ് കൂടുതലും. പിന്നെ സർക്കാർ അലോട്ട്മെന്റ് ഏകജാലകം വഴിയുള്ള ചിലർ അതല്ലാതെ പിന്നെ മറ്റ് പ്രൈവറ്റ് സ്കൂളുകളിൽ വിദ്യാർത്ഥികളെ ചേർക്കുന്നത് കാണാറുണ്ട്. സയൻസ് ആവശ്യമുള്ള ആളുകളാണ് അങ്ങനെയുള്ള കോഴ്സുകൾ ചേർക്കാറുള്ളത്. അപ്പോൾ ആ ഒരു സിസ്റ്റത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾ ഈ ഇന്റഗ്രേറ്റഡ് സ്കൂളിനെ കുറിച്ചാണോ പറയുന്നത്? മെഡിക്കൽ, എഞ്ചിനീയറിംഗ്, എൻട്രൻസ് കോച്ചിങ് ഒക്കെ കൊടുക്കുന്ന അല്ല, എയ്ഡഡ് അല്ലാത്തതാണ് +2 പ്രൈവറ്റ് ആയിട്ട് പഠിപ്പിക്കുന്ന നല്ല സ്കൂളുകൾ കൂടുതൽ. അതായത് അൺഎയ്ഡഡ് സ്കൂളുകളുണ്ട്. അൺഎയ്ഡഡ് സ്കൂൾ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ആണ്. അത് സിംഗിൾ വിൻഡോ രീതിയിലല്ല വരുന്നതെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് സാധാരണ രീതിയിൽ മെറിറ്റ് അടിസ്ഥാനത്തിൽ ആണ് അഡ്മിഷൻ. അത് അതത് സ്കൂളുകളിലേക്ക് സെപ്പറേറ്റ് അപ്ലിക്കേഷൻ നമ്മൾ കൊടുക്കണം. അത് ഗവൺമെന്റ് അംഗീകരിച്ച സ്ഥാപനങ്ങളാണ്. സാധാരണ ഒരു ഗവൺമെന്റ് സ്കൂള് അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂള് പഠിക്കുന്ന പോലെ തന്നെയാണ് അവിടെ പഠിക്കേണ്ടത്. അഡ്മിഷൻ ഏകജാലകത്തിൽ വരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഒന്ന്. പിന്നെ വേറെ ഉണ്ട്, അത് പ്രൈവറ്റ് ആണ് എന്ന് പറഞ്ഞാൽ അത് ഓപ്പൺ സ്കൂൾ ആയിരിക്കും. പ്രത്യേകിച്ച് സയൻസ് സ്റ്റുഡൻസ് ഒക്കെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഇന്റഗ്രേറ്റഡ് എന്ന് പറഞ്ഞ പേരിലുണ്ട്. ഇപ്പം മെഡിക്കലായി നീറ്റ് എൻട്രൻസ് എക്സാം ഓറിയന്റഡ്, എഞ്ചിനീയറിംഗ് ആ രീതിയിൽ ഓറിയന്റഡ്. അത് വലിയ ഫീസ് വേണം. പൊതുവെ ഇത്തരം സ്ഥാപനങ്ങൾ പറയുക സ്കൂൾ പഠനവും എൻട്രൻസ് കോച്ചിങ്ങും കൂട്ടിമുട്ടുന്നതല്ല. സ്കൂളിലെ ഒരു പ്രിപ്പറേഷനും എൻട്രൻസിന് വേറൊരു പ്രിപ്പറേഷനും രണ്ടായിട്ട് നടത്തേണ്ടതില്ല, ഒന്നിച്ചു മതി എന്നൊക്കെയാണ്. കുറെയൊക്കെ അതിൽ ശരിയുണ്ട്. പക്ഷെ ആ രീതിയിൽ ഫീസൊക്കെ കൊടുക്കാൻ കഴിയുന്നവർ ആണെങ്കിൽ, ആ രീതിയിൽ അത് പഠിക്കാനുള്ള കപ്പാസിറ്റിയും താല്പര്യമൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഓക്കെ. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഒരു 4-5 ലക്ഷമൊക്കെ വേണ്ടി വരും അത്തരം സ്ഥാപനങ്ങളിൽ 2 വർഷത്തെ കോഴ്സ് പഠിച്ചിറങ്ങാൻ. പിന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തൊക്കെ പഠിക്കുന്ന രീതിയാണ്. അതേസമയം സ്കൂളാണെങ്കിൽ കല ഉണ്ടാവും, കായികം ഉണ്ടാവും, ആർട്സ് ഉണ്ട്, സ്പോർട്സ് ഉണ്ട്, പല മേഖലയിൽ വരുന്ന കുട്ടികളുണ്ട്. സോഷ്യലൈസേഷൻ ഒക്കെ ഈ പറയുന്ന സ്കൂളിൽ നിന്ന് കോച്ചിങ് സെന്ററിൽ നിന്ന് കിട്ടുന്ന എല്ലാ സാധനവും സ്കൂളിൽ കിട്ടുകയും ചെയ്യും. നല്ല കഴിവുള്ള ഒരാളെ നല്ലൊരു സ്കൂളിൽ ചേരുക, +1 +2 പഠിക്കുക, ശനി അല്ലെങ്കിൽ ഞായർ ദിവസങ്ങളൊക്കെ എൻട്രൻസ് കോച്ചിങ്ങിനൊക്കെ പോയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. സാമ്പത്തികമായിട്ട് കൂടുതൽ ഈ പറഞ്ഞ പോലെ കൊടുക്കാൻ കഴിയാത്ത ആൾക്കാർ, ഇനി കൊടുക്കാൻ കഴിയുന്ന ആൾക്കാർ അങ്ങനെ പോകുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷെ അവരുടെ മോഹന വാഗ്ദാനങ്ങളിൽ കുടുങ്ങി പോവരുത്. കഴിവുണ്ടെങ്കിൽ മാത്രം. ഇത്ര വലിയ കോച്ചിങ് സെന്റർ ആണെങ്കിലും കുട്ടിയുടെ കഴിവും കുട്ടിയുടെ എഫേർട്ടുമാണ് പ്രധാനപ്പെട്ട ഘടകം. കുട്ടിക്ക് കഴിവുണ്ടാവണം. എഫേർട്ട് എടുത്തതും ആരും കാര്യമല്ല. ഇനി കുട്ടി എഫേർട്ട് എടുക്കാൻ തയ്യാറാണ്, കഴിവില്ലെങ്കിൽ നടക്കൂല. അതുകൊണ്ട് നല്ല കഴിവുണ്ട്, ഹാർഡ് വർക്കും ചെയ്യാനും തയ്യാറാണ്, ദെൻ ഇവിടേക്ക് ഇൻട്രസ്റ്റും ഉണ്ടെങ്കിൽ ഓക്കെ, ഡോക്ടർ ആവുക, എഞ്ചിനീയർ ആവുക, ആ രീതിയിലാകാവുന്നതാണ്. ഗുഡ് മോർണിംഗ് സാർ. എനിക്ക് മെക്കാനിക്കൽ എഞ്ചിനീയർ പഠിക്കാനാണ് താല്പര്യം. ഞാൻ +1 ഏത് സബ്ജക്റ്റാണ് എടുക്കേണ്ടത്? മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ബിടെക്, അതുപോലെ തന്നെ BE ലെവലിലേക്ക് പോകണമെങ്കിൽ +2 തലത്തിൽ സയൻസ് പഠിക്കണം. അതിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഉണ്ടായിരിക്കണം. ഓക്കെ, 4 സബ്ജക്റ്റാണ് ഉണ്ടാവുക. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് 3 എണ്ണായി. പിന്നുള്ളത് ബയോളജി ഉള്ളതുണ്ട്, തുടക്കത്തിൽ പറഞ്ഞു. കമ്പ്യൂട്ടർ സയൻസ് ഉള്ളതുണ്ട്, തുടക്കത്തിൽ പറഞ്ഞു. ജിയോളജി ഉള്ളത്, പലതും ഉണ്ട്. അപ്പം നിങ്ങളുടെ അടുത്ത് നല്ല ഒരു സ്കൂളിൽ ഏതാണോ ഉള്ളത് നോക്കിയിട്ട് പോവുക. ബയോളജി തീരെ ഇഷ്ടമില്ലെങ്കിൽ 2 വർഷം വെറുതെ ബയോളജി പഠിക്കേണ്ട ആവശ്യമില്ല. ബയോളജി ഇല്ലാത്ത സയൻസ് എടുക്കാം. സാർ, വേറൊരു സംശയം കൂടെ. ഈ +2 കഴിഞ്ഞിട്ട് ഈ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ വേണ്ടി ഏതെങ്കിലും എക്സാം അറ്റൻഡ് ചെയ്യണം?
അതുമായി ബന്ധപ്പെട്ട സെഷൻസ് ഒക്കെ നമ്മൾ സംഘടിപ്പിച്ചതാണ് കഴിഞ്ഞ ആഴ്ച, ഇനിയും സംഘടിപ്പിക്കുന്നതാണ്. ബിടെക് ലെവലിൽ പോവുകയാണെങ്കിൽ IIT-കളൊക്കെ ടാർഗറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ JEE അഡ്വാൻസ് എന്നൊരു എക്സാം ഉണ്ട്. ഓക്കെ, NIT-കളിലേക്കൊക്കെ ആണെങ്കിൽ JEE മെയിൻ എക്സാം ഉണ്ട്. ട്രിപ്പിൾ IIT-കൾ ഉണ്ട്, അവിടെയും JEE മെയിൻ ആണ്. ബിടെക് പൊതുവായിട്ട് പറയുകയാണെങ്കിൽ IIST ഉണ്ട്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് ആൻഡ് ടെക്നോളജി ട്രിവാൻഡ്രം, JEE അഡ്വാൻസ് ആണ്. കുസാറ്റ് ഉണ്ട്, കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ബിടെക്, അവിടെ കാറ്റ് എന്ന എൻട്രൻസ് സ്വന്തമായിട്ട് നടത്തുന്നുണ്ട്. കേരളത്തിൽ പൊതുവായിട്ട് പറയുകയാണെങ്കിൽ ഗവൺമെന്റ് എയ്ഡഡ് പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജിലേക്കൊക്കെ കീം എന്ന എൻട്രൻസ് എക്സാം ആണ് എഴുതേണ്ടത്. ഇനി CUET എന്നൊരു എൻട്രൻസ് ഉണ്ട്, കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ്. ചില സെൻട്രൽ യൂണിവേഴ്സിറ്റി, ചില സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി, ചില പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ഒക്കെ ഈ സ്കോർ വഴി അഡ്മിഷൻ കൊടുക്കുന്നുണ്ട് ബിടെക്കിന്. ഇനി മെറൈൻ എഞ്ചിനീയറിംഗ് താല്പര്യം ഉണ്ടെങ്കിൽ IMU എന്നൊരു സ്ഥാപനമുണ്ട്, CET എന്നൊരു ടെസ്റ്റ് ഉണ്ട്, ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി. ഇനി പ്രൈവറ്റ് മേഖലയിൽ ഒരുപാട് എൻട്രൻസ് എക്സാംസ് വേറെ ഉണ്ട്. പ്ലസ് ടു തലത്തിൽ സയൻസ് പഠിക്കുക, നല്ലൊരു എൻട്രൻസ് കോച്ചിങ് സെന്ററിന് ഒക്കെ പോവാൻ കഴിയുമെങ്കിൽ ശ്രമിക്കുക. പ്ലസ് 1 പ്ലസ് 2 പഠിക്കുന്ന സമയത്ത് കോച്ചിങ്ങിന് പ്രിപ്പയർ ചെയ്ത് പ്ലസ് 2 കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഒന്ന് എഴുതി നോക്കുക. എന്നിട്ട് അത്യാവശ്യം നല്ലൊരു സ്ഥാപനത്തിൽ വർഷം അഡ്മിഷൻ കിട്ടുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. അഡ്മിഷൻ കിട്ടുന്നില്ലെങ്കിൽ ഒരു വർഷം റിപ്പീറ്റ് ചെയ്താൽ മെച്ചപ്പെട്ട സ്ഥാപനത്തിൽ അഡ്മിഷൻ കിട്ടുമെന്ന് ഇയാൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്യാനൊക്കെ പോവാം. ഓക്കെ, താങ്ക് യു സർ. അപ്പൊ മെറൈൻ എഞ്ചിനീയറിംഗ് അതേമാതിരി ഈ മെറൈൻ ഇതിലൊന്നും എഞ്ചിനീയറിംഗ് പഠിക്കില്ല? മെറൈൻ ഏതൊക്കെ എഞ്ചിനീയറിംഗ് എക്സാംസ്? മെറൈൻ എഞ്ചിനീയറിംഗ് പഠിക്കാനാണ് IMU, ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി. അവിടെ സ്വന്തമായിട്ടൊരു എൻട്രൻസ് ഉണ്ട്, CET എന്നാണ് അതിന്റെ പേര്, കോമൺ എൻട്രൻസ്. ഈ എൻട്രൻസ് വഴി നമ്മുടെ കുസാറ്റിലും അഡ്മിഷൻ കൊടുക്കുന്നത്. കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ മെറൈൻ എഞ്ചിനീയറിംഗിന് പഠിക്കാൻ ഈ ടെസ്റ്റിലെ സ്കോറാണ് പരിഗണിക്കുന്നത്. IMU 7 ക്യാമ്പസ് ഉണ്ട്. മെയിൻ ക്യാമ്പസ് ചെന്നൈയിലാണ്, കൊച്ചിയിൽ അതിൻ്റെ ഒരു ക്യാമ്പസ് ഉണ്ട്. അതുപോലെ തന്നെ വിശാഖപട്ടണം, കൊൽക്കത്ത, മുംബൈയിലൊക്കെയാണ് ക്യാമ്പസ് ഉള്ളത്. അതിന് പുറമെ ഇവിടെ അഫിലിയേറ്റ് ചെയ്ത മറ്റ് പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജുകളും ഉണ്ട്. ഇപ്പൊ അതേമാതിരി സൈബർ സെക്യൂരിറ്റിയോ? സൈബർ സെക്യൂരിറ്റി മേഖലയിലേക്ക് 2 രീതിയിൽ പ്രധാനമായിട്ടും പോവാം. പ്ലസ് 2 സയൻസ് ഒക്കെ എടുത്ത ആൾക്കാർ, കമ്പ്യൂട്ടർ ഒക്കെ നല്ല താല്പര്യമുണ്ട്, IT ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ബിടെക് ലെവലില് കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുക. ദെൻ എന്ത് ചെയ്യുക, സൈബർ സെക്യൂരിറ്റിയിലേക്കൊക്കെ MTech-ലൊക്കെ പോവുക, ഒരു ലോങ് ടേം പ്ലാൻ ഉണ്ടെങ്കിൽ. ഈ ലോങ് ടേം പ്ലാൻ ഒന്നും ഇല്ലെങ്കിൽ ബിടെക് കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുക, ദെൻ ഷോർട്ട് ടേം സർട്ടിഫിക്കറ്റ് കോഴ്സുകളൊക്കെ ഉണ്ടാവും. മൂന്നാമത്തെ ഒരു വഴി ബിടെക് കമ്പ്യൂട്ടർ സയൻസിന്റെ കൂടെ തന്നെ സൈബർ സെക്യൂരിറ്റി പേപ്പറുകളൊക്കെ പഠിച്ചിട്ടൊക്കെ വരാൻ പറ്റും. ഇനി ബിടെക് തന്നെ സൈബർ സെക്യൂരിറ്റി എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്ന സ്ഥാപനങ്ങളുണ്ട്, അതൊക്കെ പൊതുവെ കുറവായിരിക്കും. അപ്പൊ 4 വഴിയുണ്ട് ബിടെക്കിൽ തന്നെ. ബിടെക്, ദെൻ MTech സൈബർ സെക്യൂരിറ്റി, ദെൻ ബിടെക്, ദെൻ സർട്ടിഫിക്കറ്റ് കോഴ്സ് സൈബർ സെക്യൂരിറ്റി. മൂന്നാമത്തത് ബിടെക്കിന്റെ കൂടെ സൈബർ സെക്യൂരിറ്റി. നാലാമത്തത് ബിടെക് കംപ്ലീറ്റ് സൈബർ സെക്യൂരിറ്റി ആയിട്ടും പഠിക്കാൻ പറ്റും. ഇനി പ്ലസ് 2 സയൻസ് എടുത്ത് ഒരു ബിടെക് ലെവലിൽ പോകാൻ കോൺഫിഡൻസ് ഇല്ല, എന്നാൽ സൈബർ സെക്യൂരിറ്റിയോട് താല്പര്യമുണ്ട്, കമ്പ്യൂട്ടർ താല്പര്യം ഉണ്ടെങ്കിൽ മറ്റൊരു ഓപ്ഷനാണ് പ്ലസ് 2 സയൻസ് എടുത്ത ആൾക്കാരാണെങ്കിൽ BSc കമ്പ്യൂട്ടർ സയൻസ്, ദെൻ MSc, അവിടേക്കൊക്കെ സൈബർ സെക്യൂരിറ്റിയിലേക്ക് മാറാം. അതുപോലെ തന്നെ BCA വഴിയും വരാം. അപ്പൊ ഒരാൾ കൊമേഴ്സ് കമ്പ്യൂട്ടർ എടുത്തു, ഓക്കെ, കമ്പ്യൂട്ടറിനോട് നല്ല താല്പര്യമുണ്ട്, അപ്പൊ അയാൾക്ക് BCA, MCA അങ്ങനെയും ഈ മേഖലയിലേക്ക് വരാൻ പറ്റും. ഹലോ, കേൾക്കുന്നുണ്ടോ? യെസ്. ഞാൻ നേരത്തെ പറയാൻ കാരണം അതായത് ഏകജാലകത്തിൽ സീറ്റ് കിട്ടാൻ സാധ്യതയുള്ള, മാനേജ്മെന്റ് സീറ്റ് ഉറപ്പുള്ള ഒരു വ്യക്തി ഈ അൺഎയ്ഡഡ് സ്കൂളാണ് അദ്ദേഹത്തിന്റെ കുട്ടിയെ ചേർത്തത്. അതിൽ അത്രയും താല്പര്യം എടുക്കാൻ കാരണം എന്തായിരിക്കും എന്നാണ് ഞാൻ ഇതിലൂടെ ചോദിക്കുന്നത്. സയൻസ് കിട്ടാൻ സാധ്യതയുള്ള ഒരു അധ്യാപകൻ അദ്ദേഹത്തിന്റെ മകനെ അൺഎയ്ഡഡ് സ്കൂളാണ് ചേർത്തിരിക്കുന്നത്. അപ്പം വടകര അൻസാർ എന്നുള്ളൊരു കോളേജാണ് ഞാൻ അറിഞ്ഞത്. അപ്പൊ അങ്ങനെ പൊതുവെ അങ്ങനെയുള്ള ഒരു താല്പര്യം ഉണ്ടാകുന്നത് എന്തുകൊണ്ടായിരിക്കും ചോദിക്കുന്നത്? അതൊക്കെ ഇപ്പൊ ചേർന്ന ആൾക്കാരെ കൊണ്ട് തന്നെ ചോദിക്കണം. നേരത്തെ ഞാൻ പറഞ്ഞതിനുള്ള ഒരു കാരണം എന്താന്ന് വെച്ചാൽ, ഇന്റഗ്രേറ്റഡിലൊക്കെ പൊതുവെ ആൾക്കാർ വിചാരിക്കുക ഈ പരസ്യം കേട്ടതുപോലെ തന്നെയാണ് കാര്യം എന്നാണ്. ഞാൻ പറഞ്ഞല്ലോ, അതായത് സ്കൂൾ പഠനവും അതുപോലെ തന്നെ എൻട്രൻസ് കോച്ചിങ് അല്ലെങ്കിൽ അതിന്റെ പ്രിപ്പറേഷനും കൂട്ടിമുട്ടില്ല എന്ന് വിചാരിച്ച് കുറെ പേര് അങ്ങോട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു സ്കൂളിൽ സയൻസ് അഡ്മിഷൻ കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഇത്തരം സ്ഥാപനങ്ങളിൽ പോകുന്ന ആൾക്കാരുണ്ട്. അതുപോലെ CBSE കഴിഞ്ഞ ആൾക്കാർക്ക് സ്റ്റേറ്റ് സിലബസിൽ നല്ലൊരു സ്കൂളിൽ സയൻസ് കിട്ടാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്, ഇല്ല എന്ന് തന്നെ പറയാം. സിംഗിൾ വിൻഡോയില്
അപ്പൊ അത്തരം ആൾക്കാരൊക്കെ ഇത്തരം സ്ഥാപനങ്ങളിൽ പോയിട്ട് ചേരാറുണ്ട്. ദെൻ സാമ്പത്തികമായിട്ട് നല്ല ശേഷിയുള്ള ഒരാളാണ്, ഓക്കെ, ഫുൾ ടൈം എൻട്രൻസ് പ്രിപ്പറേഷന് വില്ലിംഗ് ആണ്, IIT-യിൽ തന്നെ എഞ്ചിനീയറിംഗ് അഡ്മിഷൻ കിട്ടണമെന്ന് ആഗ്രഹിക്കുകയാണ്, കഴിവുണ്ട്, താല്പര്യമുണ്ട്, ഹാർഡ് വർക്ക് ചെയ്യാനും തയ്യാറാണ്, സാമ്പത്തിക ശേഷിയുണ്ട്, അത്തരം ആൾക്കാരൊക്കെ ഇവിടേക്ക് പോകുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ സ്പെസിഫിക് കേസിൽ അയാള് ആ സ്കൂളിൽ പോകാനുള്ള കാരണം എന്ത് എന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ സിംഗിൾ വിൻഡോ പ്രകാരം അഡ്മിഷൻ കിട്ടൂല, നല്ലൊരു സ്കൂളിൽ സയൻസ് എന്ന് വിചാരിച്ചത് കൊണ്ടാവാം. ചില ആൾക്കാരൊക്കെ മാനേജ്മെന്റ് സീറ്റ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. എങ്ങനെ അദ്ദേഹം പഠിപ്പിക്കുന്ന സ്കൂളിൽ തന്നെ മാനേജ്മെന്റ് സീറ്റ് അദ്ദേഹത്തിന് കിട്ടുമായിരുന്നു. പക്ഷേ എങ്കിൽ അദ്ദേഹം അത് പിന്നെ നിരസിച്ചു. അദ്ദേഹത്തോട് തന്നെ ചോദിക്കണം എന്താണ് കാരണം എന്നുള്ളത്. പൊതുവായിട്ടുള്ള നല്ല കാരണങ്ങൾ ഇതൊക്കെ തന്നെയാണ് ഞാൻ പറഞ്ഞതൊക്കെ. ഇത് നമ്മൾ ഒരാളെ പ്രൈവറ്റ് ചോയ്സ് ആണ്, അത് നമ്മൾ ഇവിടെ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അതെ. മറ്റൊരു കാര്യം, ഈ CBSE സ്കൂളിൽ പഠിക്കുന്നത് കൊണ്ട് +2 പ്രവേശിക്കുന്ന കുട്ടികൾ കൂടുതൽ അറിയാൻ പറ്റുമോ? ഇംഗ്ലീഷ് കൂടുതൽ കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് ക്ലാസ്സുകൾ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും, അങ്ങനെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച ആൾക്കാർ CBSE +1 +2 പോകുന്നതിനെ കുറിച്ചാണ് നിങ്ങൾ ചോദിക്കുന്നത്? അതെ. അതായത് സിലബസ് എന്നുള്ള അർത്ഥത്തിൽ സാധാരണ സ്റ്റേറ്റ് സിലബസിലെ സിലബസും CBSE-യിലെ സിലബസും +1 +2 സെയിം ആണ്. ഒന്ന് SCERT ആണ്, മറ്റൊന്ന് NCERT ആണ്. NCERT എന്ന് പറയുന്നത് CBSE ആണ്, അത് തന്നെയാണ് SCERT സ്റ്റേറ്റിലും പഠിപ്പിക്കുന്നത്. ഇനി മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്നുള്ള അർത്ഥത്തിൽ സ്റ്റേറ്റ് സിലബസിൽ ഇംഗ്ലീഷ് മീഡിയം കഴിഞ്ഞ ഒരാളാണെങ്കിൽ CBSE-യിലേക്ക് പോകുന്ന സമയത്ത് വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല. പക്ഷെ അത് ജോയിൻ ചെയ്യുന്ന സ്കൂളിനനുസരിച്ചിരിക്കും. നല്ല സ്റ്റാൻഡേർഡ് ഉള്ള ഒരു സ്കൂളൊക്കെ ആണെങ്കിൽ ഒരു ഹയർ ലെവലിലായിരിക്കും ക്ലാസ് എടുത്തിട്ട് പോവുക. അപ്പൊ സാധാ ഒരു സ്റ്റേറ്റ് സിലബസിന് ഇംഗ്ലീഷ് മീഡിയം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഒരു പക്ഷെ അത് ക്യാച്ച് ചെയ്യാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. കണ്ടന്റ് എന്നുള്ള അർത്ഥത്തിൽ രണ്ടും സെയിം ആണ്, വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ല, പ്രയാസമൊന്നും ഉണ്ടാവില്ല. ഇപ്പോഴത്തെ ഹൈസ്കൂളുകളിൽ ഇംഗ്ലീഷ് മീഡിയം ഉണ്ട് എന്നാണല്ലോ പറയുന്നത്. അതുപോലെ തന്നെ CBSE-യിൽ 10ാം ക്ലാസ് വരെ പഠിച്ച കുട്ടിയാകുമ്പോൾ +2-ൽ നമ്മളെ ഹയർ സെക്കൻഡറി സ്കൂൾ അവർ എത്തിച്ചേരുമ്പോൾ അവർക്ക് അവിടെയുള്ള ക്ലാസ്സുകൾ കൂടുതൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ള ഒരു പൊതുവെ പറയുന്നത് കേൾക്കാം. അതിനെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ CBSE കഴിഞ്ഞ് സ്റ്റേറ്റിലേക്ക് വരുന്നതിനെ കുറിച്ചാണ് ചോദിച്ചത്? അതെ, CBSE ഉള്ള കുട്ടികൾ സ്റ്റേറ്റിൽ ഹയർ സെക്കൻഡറി സ്കൂൾ വരുമ്പോൾ അവർക്ക് മറ്റു കുട്ടികളെക്കാളും കൂടുതലായിട്ട് ക്ലാസ് ഒക്കെ പെട്ടെന്ന് മനസ്സിലാക്കാനും പറ്റുന്നുള്ളൊരു അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ലാംഗ്വേജ് ഉള്ളതിന്റെ ഒരു ബെനിഫിറ്റ് ടേംസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് എന്തായാലും ഉണ്ടാവും. പ്രത്യേകിച്ച് ഈ ബയോളജി വിഷയങ്ങളിലൊക്കെ ഒരുപാട് ടേംസ് ഉണ്ട്. അതൊക്കെ അവര് CBSE-യിൽ നേരത്തെ അതേ ടേം തന്നെ പഠിച്ചതിന്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാവും. അല്ലാത്ത രീതിയിൽ ഏറെക്കുറെ സെയിം തന്നെയല്ലേ. സബ്ജക്ട് പഠിക്കുക എന്നുള്ള പണി എന്തായാലും നമ്മൾ എടുക്കണ്ടേ. ലാംഗ്വേജ് പിന്നെ ഇംഗ്ലീഷിന് എന്തായാലും ഉപകാരപ്പെടും. ഒരു പേപ്പർ ഇംഗ്ലീഷ് ആണല്ലോ ഫസ്റ്റ് ലാംഗ്വേജ്. അതിലേക്ക് CBSE കഴിഞ്ഞ ആളുടെ എന്തായാലും അഡ്വാൻറ്റേജ് ഉണ്ടാവും. പൊതുവെ ക്ലാസ്സുകൾ അധ്യാപകർ ഇംഗ്ലീഷിലാണല്ലോ എടുക്കുക +1 മുതൽ. മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ നിയമപ്രകാരം ഇംഗ്ലീഷ് ആണ് ഹയർ സെക്കൻഡറിയിൽ. പക്ഷെ അതൊക്കെ ഓരോ സ്കൂളിനനുസരിച്ചായിരിക്കും. ഇപ്പം നിലവാരം കൂടുതലുള്ള സ്കൂളാണെങ്കിൽ ഇംഗ്ലീഷിൽ ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക. അതേസമയം നിലവാരം കുറച്ച് കുറഞ്ഞ സ്കൂളാണെങ്കിൽ അവിടെ ഇംഗ്ലീഷിലായിരിക്കില്ലല്ലോ കൂടുതൽ ക്ലാസ് എടുക്കുക. സയൻസ് ആണെങ്കിൽ പോലും സാധാരണ രീതിയിലുള്ള സംസാരങ്ങളൊക്കെ മലയാളത്തിൽ തന്നെയല്ലേ ഉണ്ടാവുള്ളൂ. പൊതുവെ സ്കൂളുകളൊക്കെ കൂടുതലായിട്ടും മലയാളം തന്നെയാണ് വരിക. ചില കുട്ടികളൊക്കെ ആ രീതിയിൽ പ്രയാസപ്പെടുന്നത് പറയാറുണ്ട്. CBSE കഴിഞ്ഞിട്ട് മലയാളത്തിൽ ക്ലാസ് എടുക്കുന്നു എന്നുള്ള പരാതി പറയുന്ന കേസുകളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ നമ്മൾ ഏത് സ്കൂളാണോ ജോയിൻ ചെയ്യുന്നത് ആ സ്കൂളിന്റെ ഒരു നിലവാരത്തിനനുസരിച്ച്. CBSE-യിൽ 87% കിട്ടിയാൽ സ്റ്റേറ്റ്സ് ഹ്യൂമാനിറ്റീസ് സ്ട്രീമിന് സീറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ടോ? ഒരിക്കൽ കൂടെ ചോദിക്കും. CBSE 10th ഇപ്പൊ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ അതിൽ 87% കിട്ടി ബോർഡിന്. അപ്പൊ +1 +2 സ്റ്റേറ്റ് സ്കൂളിലേക്ക് മാറണമെന്നുണ്ട്. അപ്പൊ ഹ്യൂമാനിറ്റീസ് സ്ട്രീമിന് സീറ്റ് ഉണ്ടാവും, ചാൻസ് ഉണ്ടോ? അത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സ്കൂളിന്റെ നിലവാരത്തിനനുസരിച്ചിരിക്കും. ഇപ്പം കുറച്ച് നിലവാരം കുറഞ്ഞ സ്കൂളാണെങ്കിൽ ഹ്യൂമാനിറ്റീസ് അല്ല സയൻസ് തന്നെ കിട്ടാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾ ഏത് സ്കൂളാണ് അപ്ലൈ ചെയ്യുന്നത് അവിടുത്തെ റിസൾട്ട്, അതുപോലെ തന്നെ ആ സ്കൂളിൽ 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികളുടെ എണ്ണം, അവിടെ പഠിച്ചിറങ്ങിയ കുട്ടികളുടെ A+കളുടെ എണ്ണം, അതൊക്കെ അനുസരിച്ച് പറയാൻ പറ്റുള്ളൂ. അപ്പം ഏതെങ്കിലും ഒരു സ്കൂളിൽ കിട്ടും 87 ഒക്കെ ഉള്ള ആൾക്ക് ഹ്യൂമാനിറ്റീസ്. അവസാന റൗണ്ടിലൊക്കെ സയൻസ് വരെ കിട്ടും. പക്ഷെ ഇഷ്ടപ്പെട്ട സ്കൂളിൽ, വീടിന്റെ അടുത്തുള്ള ഒരു സ്കൂളിൽ തന്നെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് പരിമിതികൾ ഉണ്ടാവും. ഇപ്പൊ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അവസാന റൗണ്ടിലൊക്കെ സ്കൂളുകളിലൊക്കെ
സയൻസ് ഉൾപ്പെടെ മുഴുവൻ ഫില്ലായിട്ടൊന്നുമില്ല. പക്ഷെ അത് വലിയ നിലവാരമുള്ള സ്കൂൾ ആയിക്കൊള്ളണം എന്നില്ല. അപ്പൊ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സ്കൂൾ അനുസരിച്ചേ പറയാൻ പറ്റുള്ളൂ, പൊതുവായിട്ട് പറയാൻ കഴിയില്ല. സാറ് സിജിയുടെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനെ പറ്റി സാറ് തുടക്കത്തിലൊന്ന് സൂചിപ്പിച്ചല്ലോ. അതിനെ കുറിച്ച് ഒന്നുകൂടെ ഒന്ന് ക്ലിയർ ചെയ്ത് തരാൻ പറ്റുമോ? ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അഭിരുചിയാണ്, ജന്മനാ ഉള്ള കഴിവ്. നമ്മൾ പലപ്പോഴും താല്പര്യം നോക്കി ഓടിപ്പോവും, ചിലപ്പം കഴിവ് നോക്കൂല. അതുകൊണ്ടാണ് പലപ്പോഴും സയൻസ് അങ്ങ് എടുത്തു അല്ലെ, കഴിവൊന്നും നോക്കിയിട്ടില്ല, 10ാം ക്ലാസ്സിൽ ഫുൾ A+ ഉണ്ട് എന്ന ഒറ്റ കാരണം കൊണ്ട് സയൻസ് എടുക്കാമെന്ന് വിചാരിക്കുന്നു. പക്ഷെ ഒരു ഇൻബോൺ ടാലന്റ് ആ മേഖലയിൽ ഇല്ലെങ്കിൽ പ്രശ്നമാണല്ലോ. അതുപോലെ തന്നെയാണ് കൊമേഴ്സ് ആയാലും ഹ്യൂമാനിറ്റീസ് ആയാലും ഒക്കെ. താല്പര്യത്തോടൊപ്പം തന്നെ നമ്മൾ കഴിവും കൂടെ നോക്കണം. ആ കഴിവ് ഒരാൾക്ക് ഉണ്ട് എന്ന കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പൊ ഒരാൾ 10th കഴിഞ്ഞു, സയൻസ് എടുക്കാൻ തീരുമാനിച്ചു, എഞ്ചിനീയർ ആവണമെന്ന് ആഗ്രഹിച്ചു, എഞ്ചിനീയറിംഗിന് പഠിക്കാൻ പോകുന്ന ആൾക്ക് നല്ല മാത്തമാറ്റിക്കൽ സ്കിൽ ഉണ്ട്, അത് അയാൾക്കുണ്ട് എന്ന കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഈ ടെസ്റ്റ് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഒരാൾ +2 സയൻസ് 10th കഴിഞ്ഞു, ഫുൾ A+ ഒക്കെയാണ്, ദെൻ സയൻസ് എടുക്കാൻ തീരുമാനിച്ചു, എഞ്ചിനീയറിംഗ് ടാർഗറ്റ് ചെയ്തു. ദെൻ ആൾക്ക് ഇങ്ങനെ തോന്നുകയാണ്, ഈ എഞ്ചിനീയറിംഗ് ഒക്കെ ഒരു IIT-യിൽ കിട്ടാൻ മാത്രം എനിക്ക് കഴിവുണ്ടോ, അല്ലെങ്കിൽ എനിക്കൊരു NIT-യിലായിരിക്കുമോ കിട്ടുക, അതുമല്ല എനിക്ക് കേരളത്തിലെ ഒരു ഗവൺമെന്റ് അല്ലെങ്കിൽ പ്രൈവറ്റിൽ ഞാൻ പോവേണ്ടി വരുമോ, എനിക്ക് അത്രത്തോളം ടോപ്പിലേക്ക് പെർഫോം ചെയ്യാൻ കഴിയില്ലെങ്കിൽ ഞാൻ എഞ്ചിനീയറിംഗ് എടുക്കേണ്ടതില്ലല്ലോ, മറ്റേതോ ആയിരിക്കുമല്ലോ എനിക്ക് നല്ലത് എന്നൊക്കെ ഒരാൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതിയാൽ ശരിക്ക് അയാളുടെ കപ്പാസിറ്റി പറയാൻ പറ്റും. ഏകദേശം 2-2.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ടെസ്റ്റാണ്. 7 മേഖലയിൽ കുട്ടിയുടെ കപ്പാസിറ്റി ചെക്ക് ചെയ്യും. ഒന്ന് അബ്സ്ട്രാക്ട് റീസണിങ്, മറ്റൊന്ന് വെർബൽ, മറ്റൊന്ന് ന്യൂമറിക്കൽ, മറ്റൊന്ന് മെക്കാനിക്കൽ, ദെൻ സ്പേസ്, ദെൻ ലാംഗ്വേജിലെ 2 ടെസ്റ്റ്. ഈ ടെസ്റ്റ് കഴിഞ്ഞാൽ കുട്ടിക്ക് രക്ഷിതാവ് സഹിതം കൗൺസിലിംഗ് ഉണ്ടാവും. അതിൽ മനസ്സിലാക്കും ഈ കുട്ടിക്ക് ഏതെല്ലാം മേഖലയിൽ പോകുന്നതാണ് നല്ലത്, ഏതെല്ലാം മേഖലയിലേക്ക് പോവാതിരിക്കുന്നതാണ് നല്ലത് എന്നൊക്കെ പറയാൻ പറ്റും. 1800 രൂപയാണ് ഇതിന്റെ ചാർജ്. CGCareer.com എന്നാണ് വെബ്സൈറ്റ്. ഓൺലൈനിലാണ് അതിന്റെ രജിസ്ട്രേഷനും ടെസ്റ്റും പേയ്മെന്റും കൗൺസിലിംഗും ഒക്കെ. കൗൺസിലിംഗ് നേരിട്ട് ആവശ്യമുള്ളവർക്ക് കോഴിക്കോട് ഓഫീസിലോ മലപ്പുറം ജില്ലാ ഓഫീസിലോ ഒക്കെ വരാവുന്നതാണ്. ഇഷ്ടപ്പെട്ട ദിവസം ടെസ്റ്റിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് തന്നെ ഓപ്റ്റ് ചെയ്യാം. വെള്ളി ഞായർ ഒഴികെ എല്ലാ ദിവസങ്ങളിലും ടെസ്റ്റ് ഉണ്ട്. ടെസ്റ്റ് കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ദിവസവും ഇഷ്ടപ്പെട്ട സമയവും കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് ഓപ്റ്റ് ചെയ്യാം. അതിൽ സ്ലോട്ട് അവൈലബിൾ അല്ലെങ്കിൽ കോർഡിനേറ്ററെ വിളിച്ച് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ചോദിക്കാം. വെബ്സൈറ്റ് അഡ്രസ് ഒന്നുകൂടെ CGCareer.com. CIGI CG. അതില് കേറിയിട്ട് ഇത് എക്സാം ഫീ അതിൽ രജിസ്ട്രേഷൻ സിമ്പിൾ പ്രോസസ്സാണ്, നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി. +2 കഴിഞ്ഞവർക്കല്ലേ ചെയ്യാൻ പറ്റുക? 10th കഴിഞ്ഞവർക്കും ചെയ്യാം, +2 കഴിഞ്ഞവർക്കും ചെയ്യാം. 10th കഴിഞ്ഞ് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പരമ്പരാഗതമായ രീതിയിൽ ചില ആൾക്കാർ എന്ത് ചെയ്യും, സയൻസ് പഠിച്ചാൽ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്, സയൻസ് പഠിക്കുന്നതാണ് നല്ലത്, സയൻസ് പഠിച്ചാൽ എല്ലായിടത്തേക്കും പോവാന്നൊക്കെ വിചാരിച്ചങ്ങ് സയൻസ് എടുക്കും. അപ്പം സയൻസ് എടുക്കാൻ മാത്രം കഴിവുണ്ടോ? 10ാം ക്ലാസ്സിൽ A+ കൊണ്ട് മാത്രം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഇനിയിപ്പോൾ 10ൽ ഒരാൾക്ക് 1-2 A+ കുറഞ്ഞു എന്ന ഒറ്റ കാരണം കൊണ്ട് സയൻസ് എടുക്കാതിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ 10ാം ക്ലാസ്സിൽ ഒരാൾക്ക് 2 A+ കുറഞ്ഞു, അതിപ്പം ഒരു ഹിന്ദിയിലും ഇംഗ്ലീഷിലും ആണെന്ന് വിചാരിക്കുക. ആ ഒറ്റ കാരണം കൊണ്ട് അയാൾ സയൻസ് എടുക്കാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അയാൾക്ക് സയൻസ് വിഷയങ്ങളിൽ നല്ല കഴിവുണ്ടെങ്കിൽ, സയൻസുമായി ബന്ധപ്പെട്ട മേഖലയിൽ ഹയർ സ്റ്റഡീസിന് താല്പര്യം ഉണ്ടെങ്കിൽ സയൻസ് എടുക്കല്ലോ. ഇതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കപ്പാസിറ്റി തിരിച്ചറിയാൻ പറ്റും ടെസ്റ്റ് എഴുതിയാൽ. CGCareer.com. CIGI Career.com. ഓക്കെ സാർ. നബീൽ, അതിൽ ടെക്സ്റ്റിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടല്ലോ. ഞാൻ വായിക്കാം. ആവർത്തനം ഒഴിവാക്കി വായിച്ചാൽ മതി, റിലവന്റ് ആയ ക്വസ്റ്റ്യൻസ്. ഓൾറെഡി ഇവിടെ അൺമ്യൂട്ട് ചെയ്ത ചോദ്യങ്ങളാണെങ്കിൽ റിപ്പീറ്റ് ചെയ്യേണ്ടതില്ല. സിവിൽ സർവീസ് സ്യൂട്ടബിൾ ആയ കോമ്പിനേഷൻ. സിവിൽ സർവീസുമായി ബന്ധപ്പെട്ട് ഒരാൾ ടാർഗറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ രണ്ടാമത്തെ ഒരു കരിയർ ഗോളും കൂടെ സെറ്റ് ചെയ്യാം. ഒന്നാമത്തെ ഗോൾ പ്ലാൻ A സിവിൽ സർവീസ്. ഓക്കെ, സിവിൽ സർവീസിനുള്ള യോഗ്യത ഏതെങ്കിലും ഒരു ഡിഗ്രിയാണ്. ഏതെങ്കിലും ഒരു ഡിഗ്രി +2-ന് ശേഷം സയൻസ് മേഖലയാവാം, കൊമേഴ്സ് മേഖലയാവാം, ഹ്യൂമാനിറ്റീസ് മേഖലയാവാം. ഫോർ എക്സാമ്പിൾ MBBS കഴിഞ്ഞ ആൾക്ക് സിവിൽ സർവീസ് എഴുതാം, BTech കഴിഞ്ഞ ആൾക്കും എഴുതാം, ഓക്കെ, BA എക്കണോമിക്സ് കഴിഞ്ഞ ആൾക്കും എഴുതാം, BA അറബിക് കഴിഞ്ഞ ആൾക്കും എഴുതാം, BSc ഫിസിക്സ് കഴിഞ്ഞ ആൾക്കും ഒക്കെ എഴുതാം. ദെൻ ചില ആൾക്കാർ ചെയ്യാറുണ്ട്, പറയാറുണ്ട്, സിവിൽ സർവീസിന് ഒരുപാട് ക്വസ്റ്റ്യൻസ്
എക്കണോമിക്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഹിസ്റ്ററി ഉണ്ടാവും, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസ് ഉണ്ടാവും. അതുകൊണ്ട് ഹ്യൂമാനിറ്റീസ് എടുക്കുക, എക്കണോമിക്സ് പഠിക്കുക, ഹിസ്റ്ററി പഠിക്കുക എന്നൊക്കെ. ഇങ്ങനെയൊക്കെ ടാർഗറ്റ് ചെയ്യുന്ന സമയത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരാൾ +2 കഴിഞ്ഞു, BA ഹിസ്റ്ററി കഴിഞ്ഞു, അല്ലെങ്കിൽ BA പൊളിറ്റിക്കൽ സയൻസ് കഴിഞ്ഞു, എക്കണോമിക്സ് കഴിഞ്ഞു, സിവിൽ സർവീസിന് ശ്രമിച്ച് അഥവാ കിട്ടിയിട്ടില്ലെങ്കിൽ അയാൾക്ക് ഈ ഒരു BA എക്കണോമിക്സ് കൊണ്ടോ ഹിസ്റ്ററി കൊണ്ടോ പ്രത്യേകിച്ചും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് രണ്ടാമത്തെ കരിയർ ഗോൾ എന്താണോ അതിനനുസരിച്ച് ഡിഗ്രി ചെയ്യുക. ആ ഡിഗ്രിക്ക് അനുസരിച്ച് +2 സയൻസ്, കോമേഴ്സ്, ഹ്യൂമാനിറ്റീസ് തിരഞ്ഞെടുക്കുക. ഒന്ന് എനിക്ക് പറയാനുള്ള അതാണ്. പ്ലാൻ B, C സെറ്റ് ചെയ്തിട്ട് ഡിഗ്രിക്ക് വേണ്ടി അതിനനുസരിച്ച് +2 എടുക്കുക. രണ്ടാമത് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, സിവിൽ സർവീസ് ഒരുപാട് പേര് എഴുതും, ലക്ഷക്കണക്കിന് ആൾക്കാർ, അല്ലെ, 1000-ഓളം ആൾക്കാർക്കാണ് മാക്സിമം ഇത് കിട്ടുക. അതിൽ തന്നെ IAS കിട്ടുക 100-ഓളം ആൾക്കാർക്കാണ്. അപ്പം കിട്ടാനുള്ള സാധ്യത നമുക്കറിയാലോ. ഇൻ കേസ് കിട്ടിയിട്ടില്ലെങ്കിൽ താൻ എന്ത് ജോലിയാണോ ചെയ്യുക ആ ജോലിക്ക് വേണ്ടിയിട്ടാണ് ഈ പ്ലാൻ B പറഞ്ഞത്, അല്ലെങ്കിൽ പ്ലാൻ C പറഞ്ഞത്. ഇനി സിവിൽ സർവീസ് കിട്ടിയിട്ടില്ലെങ്കിൽ വേറെയും ഒരുപാട് മത്സര പരീക്ഷകളുണ്ട്. ക്ലിയർ അല്ലേ? ഒരുപാട് മത്സര പരീക്ഷകളുണ്ട്. SSC, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ, RRB, റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ്, IBPS, ബാങ്ക് ടെസ്റ്റ്, ദെൻ IAS പോലെ കേരളത്തിലൊന്നുണ്ട് KS. അപ്പൊ അവിടേക്കൊക്കെ നമുക്ക് മത്സര പരീക്ഷകൾ എഴുതണം. അതിലൊക്കെ സയൻസ് വിഷയങ്ങളൊക്കെ ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും. അർത്ഥത്തിൽ +2 തലത്തിൽ ഒരു ബേസിക് നോളജ് സയൻസ് കിട്ടുക എന്ന ഉദ്ദേശത്തോടു കൂടെ സയൻസ് എടുത്താൽ അതിന്റെ അഡ്വാൻറ്റേജ് ഒക്കെ അതും ഉണ്ടാവും. എന്ന് വിചാരിച്ച എല്ലാവരും സയൻസ് എടുക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. പിന്നെ IFS ഏത് ഗ്രൂപ്പാ അഡാപ്റ്റ് ആവാൻ ചോദിക്കുന്നുണ്ട്. ഏതാണ് IFS? അത് നേരത്തെ സിവിൽ സർവീസിൽ പറഞ്ഞ ഒരു 26-ഓളം കാഡറുകളിൽ ഒന്നാണ് IFS. IAS ഉണ്ട്, IPS ഉണ്ട്, IFS ഉണ്ട്, ഇന്ത്യൻ ഫോറിൻ സർവീസ്. നമുക്ക് സിവിൽ സർവീസിൽ റാങ്ക് ഇടും. നമ്മുടെ റാങ്കിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം പൊതുവെ ആൾക്കാർ പ്രിഫർ ചെയ്യുക IAS ആയിരിക്കും. അതിപ്പോൾ ടോപ്പ് റാങ്കിലേക്ക് വരുന്ന സമയത്താണ് IAS കിട്ടുക. പിന്നെ IPS ഉണ്ട്, പോലീസ് സർവീസ്. അതിലേക്ക് പിന്നെ കുറച്ച് ഫിസിക്കൽ റിക്വയർമെന്റ്സ് ഒക്കെ അതും ഫുൾഫിൽ ചെയ്യണം. അതേപോലെ IFS ഉണ്ട്. ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസും ഉണ്ടല്ലോ. ഫോറസ്റ്റ് സർവീസ് വേറെ ഉണ്ട്. ഫോറസ്റ്റ് സർവീസ് എഴുതാൻ വേണ്ടിയിട്ട് പിന്നെ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെ ഡിഗ്രി ഒക്കെ പഠിച്ച ആൾക്കാർക്കാണ് അത് എഴുതാൻ കഴിയുക. പിന്നെന്താ നബീൽ, ടെക്സ്റ്റിലുണ്ടോ? ടെക്സ്റ്റിൽ ഇനി കൊമേഴ്സ് മാത്സിനെ പറ്റി ആണ് ചോദിക്കുന്നത്. കൊമേഴ്സ് മാത്സിന് ഒരു അഡ്വാൻറ്റേജ് ഞാൻ പറഞ്ഞു. ഒന്ന്, +2 ശേഷം CA, CMA തുടങ്ങിയ മേഖലയിലേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് മാത്സ് ബാക്ക്ഗ്രൗണ്ട് ഉപകാരപ്പെടും. അർത്ഥത്തിൽ +2 തലത്തിൽ മാത്സ് പഠിക്കുന്നത് നല്ലതാണ്. പിന്നെ +2 ശേഷം അല്ലെങ്കിൽ ഡിഗ്രിക്ക് ശേഷമൊക്കെ മത്സര പരീക്ഷകളൊക്കെ എഴുതിയിട്ട് ഗവൺമെന്റ് സെക്ടറിലേക്കൊക്കെ ജോലിക്ക് ശ്രമിക്കുന്നുണ്ടെങ്കിൽ മാത്സ് ക്വസ്റ്റ്യൻ ഉണ്ടാവും. പാർത്തിൽ മാത്സ് ഉപകാരപ്പെടും. പിന്നെ ഡൽഹി യൂണിവേഴ്സിറ്റിയിലൊക്കെ എക്കണോമിക്സ് പഠിക്കാൻ +2 തലത്തിൽ മാത്തമാറ്റിക്സ് നിർബന്ധമാണ്. ആ അർത്ഥത്തിൽ മാത്സ് ഉപകാരപ്പെടും. അതുപോലെ തന്നെ BSc കമ്പ്യൂട്ടർ സയൻസ് മേഖലയിലേക്കൊക്കെ ഒരാൾ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഹയർ സ്റ്റഡീസ് മാത്സ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ +2 തലത്തിലെ മാത്സ് ഉപകാരപ്പെടും. ഇപ്പൊ ഒരാൾക്ക് മാത്സ് ടീച്ചർ ആവാൻ ആഗ്രഹമുണ്ട്, ഫിസിക്സും കെമിസ്ട്രിയും ബോട്ടണിയും സുവോളജിയും ഒന്നും ഇഷ്ടമല്ല, സയൻസ് എടുക്കാതെ കൊമേഴ്സ് മാത്തമാറ്റിക്സ് എടുത്തിട്ട് BSc MSc ലെവലിലേക്കൊക്കെ വരാനൊക്കെ പറ്റും. അർത്ഥത്തിൽ മാത്സിന് ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. അതുപോലെ കൊമേഴ്സ് സ്റ്റുഡൻസ് +2 കഴിഞ്ഞു ഡിഗ്രി കഴിഞ്ഞ് MBAക്കൊക്കെ പോവുകയാണെങ്കിൽ എൻട്രൻസ് എക്സാമിന് ഒരു പകുതിയോളം ക്വസ്റ്റ്യൻ മാത്സ് റിലേറ്റഡ് ആയിരിക്കും. അർത്ഥത്തിലൊക്കെ കൊമേഴ്സ് മാത്സിന് അഡ്വാൻറ്റേജ് ഉണ്ട്. പിന്നെ ഒന്നുള്ളത്, കൊമേഴ്സ് പ്ലസ് സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്താൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെ? അത് ഞാൻ നേരത്തെ പറഞ്ഞു. 4 പേപ്പർ പഠിക്കുന്നതിൽ ഒരു പേപ്പർ പ്രത്യേകിച്ച് നോക്കുന്നതിൽ വലിയ പ്രസക്തി ഒന്നുമില്ല. കൊമേഴ്സ് മാത്സിന് ഈ പറഞ്ഞ അഡ്വാൻറ്റേജ് ഒക്കെ ഉണ്ട് എന്നത് മാറ്റി നിർത്തിയാൽ. അപ്പൊ അതുകൊണ്ട് കൊമേഴ്സ് ഇഷ്ടമുള്ള ഒരാള് കൊമേഴ്സുമായി ബന്ധപ്പെട്ട് തുടർ പഠനം ആഗ്രഹിച്ചിട്ടാണല്ലോ എടുക്കുക. അത് നേരത്തെ പറഞ്ഞ അക്കൗണ്ടിങ് ആവാം, മാനേജ്മെന്റ് ആവാം, അക്കൗണ്ടിങ്ങിൽ CA ആവാം, CMA ആവാം, ACCA ആവാം, സാധാ BCom ആവാം, ഏതുമാവാം. അവിടേക്കൊക്കെ ഈ പറയുന്ന
മാത്സ് കഴിഞ്ഞ ആൾക്കും പോവാം, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കഴിഞ്ഞ ആൾക്കും പോവാം, സ്റ്റാറ്റിസ്റ്റിക്സ് കഴിഞ്ഞ ആൾക്കും പോവാം, പൊളിറ്റിക്കൽ സയൻസ് കഴിഞ്ഞ ആൾക്കും പോവാം. ഇനി നേരത്തെ പറഞ്ഞ ഒരു മേഖലയുണ്ട്, ഡാറ്റാ സയൻസ്. ഓക്കെ, ആ മേഖലയിലേക്കൊക്കെ വരാൻ +2 തലത്തിൽ സ്റ്റാറ്റിസ്റ്റിക്സ്, ഡിഗ്രി തലത്തിൽ സ്റ്റാറ്റിസ്റ്റിക്സ്, മാത്സ് പഠിക്കുന്ന ആൾക്കാർക്കൊക്കെ അഡ്വാൻറ്റേജ് ഉണ്ട്, അർത്ഥത്തിൽ വരാം. അതുപോലെ തന്നെ BSc സ്റ്റാറ്റിസ്റ്റിക്സ്, MSc സ്റ്റാറ്റിസ്റ്റിക്സ് ലെവലിലേക്കൊക്കെ ഒരാൾ പോകുന്നുണ്ടെങ്കിൽ, നേരത്തെ ഇപ്പം IFS ഇന്ത്യൻ ഫോറിൻ സർവീസ് പറഞ്ഞു, ഫോറസ്റ്റ് സർവീസ് പറഞ്ഞു, അതുപോലെ ഇന്ത്യൻ എക്കണോമിക് സർവീസ് ഒക്കെ ഉണ്ട്. ആ രീതിയിലേക്കൊക്കെ ടോപ്പ് ലെവലിലേക്ക് പെർഫോം ചെയ്യാൻ കഴിയുകയാണെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സിലൊക്കെ ഹാഷറീസ് ഒക്കെ ഉണ്ട്. അതിനൊക്കെ +2 തലത്തിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഉപകാരപ്പെടും. ആക്ച്വറിയൽ സയൻസ് മറ്റൊരു മേഖലയാണ്, ഇൻഷുറൻസും ഒക്കെ ആയി ബന്ധപ്പെട്ട മേഖല ആക്ച്വറിയൽ സയൻസ്. അവിടേക്ക് BSc ആക്ച്വറിയൽ സയൻസ് എന്ന് പറഞ്ഞ ഡിഗ്രി കോഴ്സ് ഉണ്ട്. അതുപോലെ CA CS CMA ഒക്കെ ചെയ്യുന്നത് പോലെ ഓരോരോ പേപ്പർ എഴുതിയെടുക്കുന്ന രീതിയിലുള്ള കോഴ്സുകളുണ്ട്. അവിടേക്കൊക്കെ സ്റ്റാറ്റിസ്റ്റിക്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് ഷൈൻ ചെയ്യാൻ പറ്റും. പിന്നെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. എന്താണ് കൊമേഴ്സ് എടുത്താൽ CUET എഴുതാൻ പറ്റുമോ? CUT എന്ന് പറഞ്ഞാൽ കോമൺ യൂണിവേഴ്സിറ്റി ഉണ്ട്. സെൻട്രൽ യൂണിവേഴ്സിറ്റി, നമ്മൾ സാധാരണ കേൾക്കുന്ന അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, ജാമിയ മില്ലിയ, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ്, അത്തരം വലിയ വലിയ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക്, ചില സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളിലേക്ക്, ചില പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിലേക്ക്, ചില ഡീംഡ് യൂണിവേഴ്സിറ്റികളിലേക്കൊക്കെ അഡ്മിഷൻ കൊടുക്കാൻ ആണ് CUT. അത് സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കും എഴുതാം, കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കും എഴുതാം, അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കും എഴുതാം. ഇപ്പൊ കൊമേഴ്സ് ഒക്കെ ആണെങ്കിൽ നല്ല നല്ല സ്ഥാപനങ്ങളുണ്ട്. ഇപ്പം BCom-നൊക്കെ പോവുകയാണെങ്കിൽ ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സ്, ഹാൻസ് രാജ്, ഹിന്ദു കോളേജ്, രാംജാസ്, സാക്കിർ ഹുസൈൻ കോളേജ്, അത്തരം സ്ഥാപനങ്ങളിലേക്കൊക്കെ അഡ്മിഷൻ കിട്ടാൻ CUT സഹായിക്കും. അത് +2 ഏത് സ്ട്രീം എടുത്തവർക്കും എഴുതാം. പിന്നെ ട്രേഡർ ആവാൻ എന്താ ചെയ്യേണ്ടി വരും? ഏതാ ട്രേഡർ ആവാൻ ആഗ്രഹം. ട്രേഡർ? +1 ഏതാ സബ്ജക്ട്? ട്രേഡർ യെസ്. ഒന്ന് വോയിസ് ബിസിനസ് മേഖലയായിരിക്കാം മതി ഉദ്ദേശിച്ചത്. ബിസിനസ് മേഖലയിലേക്ക് വരാൻ എന്ത് പഠിച്ചാലും ബിസിനസ് ചെയ്യാൻ പറ്റും, ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും ബിസിനസ് ചെയ്യാൻ പറ്റും. അപ്പൊ പഠിച്ചിട്ടാണോ ബിസിനസ് ചെയ്യേണ്ടത്, പഠിക്കാതാണോ ബിസിനസ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുക. ഓൺടർപ്രണർഷിപ്പ് എന്ന് പറയും, സംരംഭകത്വം. പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ബിസിനസ് ഓൺടർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ. നമ്മൾ പലപ്പോഴും ജോലി കിട്ടുന്നതിനെ കുറിച്ചാണ് ആലോചിക്കുക. ജോലി കൊടുക്കുന്ന ഒരു ജോലിയാണ് ഓൺടർപ്രണർഷിപ്പ്, സംരംഭകത്വം, ഓൺടർപ്രണർ, സംരംഭകനാവുക എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ ശമ്പളം കിട്ടുന്നതിനെ കുറിച്ചാണ് നമ്മൾ പലപ്പോഴും വർത്തമാനം പറയല്, അല്ലെ? ശമ്പളം കൊടുക്കുന്ന ഒരു ജോലിയാണ് ഓൺടർപ്രണർ ആവുക, ഓൺടർപ്രണർഷിപ്പ് തുടങ്ങുക എന്നുള്ളത്. അപ്പൊ ആ മേഖലയിലേക്ക് വരാൻ പല പല വഴികളുണ്ട്. കൊമേഴ്സ് മേഖല എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് വേണമെങ്കിൽ ബിസിനസ്, നേരത്തെ പറഞ്ഞ മാനേജ്മെന്റ്, അഡ്മിനിസ്ട്രേഷൻ ലെവലിലേക്ക് വരാം. അങ്ങനെയാണെങ്കിൽ +2 കൊമേഴ്സ് എടുത്തിട്ട് ഒരു BBA MBA ആ ലെവലിൽ വരാം. ഇനി +2 കൊമേഴ്സ് എടുത്തിട്ട് BCom ചെയ്തിട്ട് MBA ലെവലിലേക്ക് വരാം. MBA പഠിക്കുന്ന സമയത്ത് ഓൺടർപ്രണർഷിപ്പിൽ സ്പെഷ്യലൈസേഷൻ ഉണ്ട്. അല്ലെങ്കിൽ ഡിഗ്രിക്ക് ശേഷം ഓൺടർപ്രണർഷിപ്പ്, സംരംഭകത്തിൽ കോഴ്സ് തന്നെ ഉണ്ട്. അപ്പൊ അതൊക്കെ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ മേഖലയിലേക്ക് വരാൻ പറ്റും, ഓൺടർപ്രണർ എന്നുള്ള മേഖലയിലേക്ക്. സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. സ്റ്റോക്ക് മാർക്കറ്റ് പഠിക്കാൻ പല പല വഴികളുണ്ട്. ഒരു വഴി ഞാൻ ഈ പറഞ്ഞ MBA ഒക്കെ ചെയ്യുകയാണെങ്കിൽ അവിടെ സ്പെഷ്യലൈസേഷൻ സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. മറ്റൊന്ന് ഈ CFA, നമ്മൾ CA CS CMA ഒക്കെ പറയുന്നത് പോലെ ഒരു ചാർട്ടേഡ് കോഴ്സ് ഉണ്ട്, CFA, ചാർട്ടേഡ് ഫിനാൻഷ്യൽ അനലിസ്റ്റ് എന്ന് പറയും. അതൊക്കെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ട, ക്യാപിറ്റൽ മാർക്കറ്റുമായി ബന്ധപ്പെട്ട മേഖലയിലെ പഠനങ്ങളാണ്. അതുപോലെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഒക്കെ ഒരുപാട് സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കൊക്കെ ചെയ്യാൻ പറ്റിയ കോഴ്സുകളാണ്. അതൊക്കെ പഠിച്ചിട്ട് ഈ മേഖലയിലേക്ക് നമുക്ക് വരാൻ പറ്റും. ഇനി അവിടെ ട്രേഡ് നടത്താൻ പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷൻ വേണമെന്നൊന്നുമില്ല. നമ്മളിപ്പം ഏതൊരു ഷോപ്പിൽ പോയിട്ട് സാധനം വാങ്ങുന്നത് പോലെ നമുക്ക് കമ്പനികളുടെ ഷെയർ വാങ്ങുകയും വിൽക്കുകയും ഒക്കെ ചെയ്യാം. അവിടെ ക്വാളിഫിക്കേഷൻ ആവശ്യമല്ല. ട്രേഡർ എന്നുള്ള അർത്ഥത്തിൽ ഷെയർ വാങ്ങുക, വിൽക്കുക. ഏവിയേഷൻ എടുക്കാൻ ഏത് സയൻസ് ടൈപ്പ് ആണ് സ്യൂട്ടബിൾ? ഏതാ ഏവിയേഷൻ.
ഏവിയേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് പൈലറ്റ് ആണെങ്കിൽ +2 തലത്തിൽ ഫിസിക്സും മാത്സും നിർബന്ധമാണ്. ഈ 2 സബ്ജക്റ്റ് ഉള്ള സയൻസ് ആണ് എടുക്കേണ്ടത്. ഇനി ഏവിയേഷൻ എന്ന് പറയുന്ന സമയത്ത് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗും ഏവിയേഷൻ തന്നെയാണ്. ഒരാൾ ബിടെക് ലെവലിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ഉള്ള സയൻസ് ഉണ്ടായിരിക്കണം. ഇനി ഒരാള് എയറോസ്റ്റസ് ആവുകയാണ്, ക്യാബിൻ ക്രൂ ആവുകയാണ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് യോഗ്യത നിർബന്ധമായിട്ടും പറയുന്നൊന്നുമില്ല. ഒരു +2 ഉള്ള ആൾക്ക്, ഡിഗ്രി ഉള്ള ആൾക്ക് ഏതായാലും ആ മേഖലയിലേക്കൊക്കെ തൻ്റെ പേഴ്സണാലിറ്റിക്കനുസരിച്ച് ജോലികൾക്കൊക്കെ സാധ്യത ഉണ്ട്. ഇനി ലോജിസ്റ്റിക്സ്, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഏവിയേഷൻ മേഖലയിലേക്കൊക്കെ ജോലിക്ക് പോകാൻ പറ്റും. അതിനൊക്കെ നമുക്ക് +2 ശേഷം ഡിഗ്രി തലത്തിലോ ഡിഗ്രിക്ക് ശേഷം MBA തലത്തിലൊക്കെ ഏവിയേഷൻ, ലോജിസ്റ്റിക്സ്, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഒക്കെ സ്പെഷ്യലൈസ് ചെയ്യാനൊക്കെ പറ്റും. വേറെന്തെങ്കിലും? നിസാർ സാർ എന്തെങ്കിലും ആഡ് ചെയ്യാണ്ടെങ്കിൽ ആഡ് ചെയ്യണേ. സിജിയുടെ മറ്റ് റിസോഴ്സ് പേഴ്സൺസും എൻ്റെ കൂടെ ഇവിടെ ഉണ്ട്. അപ്പം ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് മറ്റുള്ളവരും എന്തെങ്കിലും കൂട്ടി പറയാനൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ്. ഹലോ, യെസ്. ഞാന് കാലിക്കറ്റ് NIT ആർക്കിടെക്ട് പഠിക്കാൻ ആഗ്രഹമുണ്ട്. അപ്പോ അവിടെ എഞ്ചിനീയറിംഗിന് മാത്രമാണോ അതോ ആർക്കിടെക്റ്റിനും യോഗ്യത ഉണ്ടോ എന്ന് ചോദിക്കാൻ. ഇയാൾ പഠിക്കാൻ ആഗ്രഹിക്കാനും കാരണം അവിടെ കോഴ്സ് ഉണ്ട് എന്ന് അറിഞ്ഞത് കൊണ്ടല്ലേ? അല്ലെങ്കിൽ കാലിക്കറ്റ് NIT പഠിക്കണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടോ? എന്താണ്? ഹലോ, അല്ല, അവിടെ സാധാരണ എഞ്ചിനീയറിംഗിനാണ്, അപ്പൊ ആർക്കിടെക്റ്റിനും ഇത് ഉണ്ടാവുമെന്ന്. യെസ്, അവിടെ ആർക്കിടെക്ട് ഉണ്ട്. അവിടെ എഴുതേണ്ട എക്സാം JEE മെയിൻ സെക്കൻഡ് പേപ്പർ മാത്സിൽ പാർട്ട് A ആണ്. JEE മെയിൻ ഓൾ ഇന്ത്യ എൻട്രൻസ് എക്സാമിനേഷൻ ആണ്. JEE മെയിൻ ഉണ്ട്, JEE അഡ്വാൻസ് ഉണ്ട്. JEE മെയിനിൽ ടോപ്പിൽ വരുന്ന 2.5 ലക്ഷത്തോളം ആൾക്കാർക്കാണ് JEE അഡ്വാൻസ് എഴുതാൻ കഴിയുക. JEE അഡ്വാൻസ് എഴുതിയാലാണ് IIT-കളിൽ അതുപോലെ IIST-യിലൊക്കെ അഡ്മിഷൻ കിട്ടുക. NIT-യിൽ അഡ്മിഷൻ കിട്ടാൻ JEE മെയിൻ മതി, അതാണ് ബിടെക്. ഈ JEE മെയിനിൽ സെക്കൻഡ് പേപ്പർ മാത്സ് ഉണ്ട്, അതിലെ പാർട്ട് A ആണ് ആർക്കിടെക്ട് ആവാൻ വേണ്ടിയിട്ട് എഴുതേണ്ടത് NIT-യിൽ. ക്ലിയർ? ഇനി ഇയാൾക്ക് IIT-യിൽ BArchന് അഡ്മിഷൻ കിട്ടണമെങ്കിൽ JEE അഡ്വാൻസ് ക്ലിയർ ചെയ്യണം. JEE അഡ്വാൻസ് എന്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ അല്ലെ? IIT-യിൽ ബിടെക് കിട്ടാൻ അതിനുശേഷം AAT എന്നൊരു ടെസ്റ്റും ക്ലിയർ ചെയ്യണം, ആർക്കിടെക്ട് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഇനി കൂടുതൽ സീറ്റ് ഗവൺമെന്റ് ആയിട്ടും പ്രൈവറ്റ് ആയിട്ടും കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും ഒക്കെ ആർക്കിടെക്ട് കോളേജുകളുണ്ട്. അവിടേക്ക് എൻട്രൻസ് മറ്റൊന്നാണ്. അതിന്റെ പേര് NATA എന്നാണ്. NATA, നാഷണൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ ആർക്കിടെക്ട്. അപ്പോ ഈ MIT-ലൊക്കെ പോകണമെന്നെങ്കിൽ ഈ BArch ഇല്ലാതെ നേരെ അങ്ങോട്ട് പോകാൻ പറ്റുമോ MIT-യിൽ? MIT ഇയാൾ ഏതാ ഉദ്ദേശിച്ചത്? IIT MIT മദ്രാസ്? US-ല്. അവിടേക്ക് എന്തിനാണ് പോകുന്നത്? അമേരിക്ക. BArch എടുക്കാൻ അങ്ങോട്ട് പോകാൻ പറ്റുമോ? അവിടെ BArch എടുക്കാൻ ഇവിടെ BArch കഴിയേണ്ട ആവശ്യമില്ലല്ലോ, +2 സയൻസ് ഉണ്ടായാൽ മതി. +2 സയൻസ് കഴിഞ്ഞ് നേരെ അങ്ങോട്ട് പോകാൻ പറ്റുമോ? ഓ, ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ NAP-യിൽ ചാറ്റ് ബോക്സിൽ? ചാറ്റ് ബോക്സിൽ ഇനി കാര്യമായിട്ടൊന്നും കാണുന്നില്ല. ഓക്കെ. നേരത്തെ ചോദിച്ച ആള് പൈലറ്റ് എടുക്കാനാണെന്ന് പറയുന്നുണ്ട്. അതിൽ സയൻസ് ഏത് ടൈപ്പാ നല്ലതെന്ന്. ഏതാണ്? നേരത്തെ ഒരു ഏവിയേഷൻ ചോദിച്ചില്ലേ, അത് പൈലറ്റ് ആണ് അവർ ഉദ്ദേശിച്ചതെന്ന് പറയുന്നുണ്ട്. പൈലറ്റ് ആണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ സയൻസ് എടുക്കണം, ഫിസിക്സും മാത്സും നിർബന്ധമായിട്ടും അതിലുണ്ടാവുകയും വേണം. അപ്പൊ വേറെ പ്രത്യേകിച്ച് ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. അതുപോലെ തന്നെ ആർക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കാനില്ലെങ്കിൽ അവസാനിപ്പിക്കാം. IIT-കളിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കോഴ്സുകളുണ്ടോ? IIT-യിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കോഴ്സുകളൊക്കെ ഉണ്ട്. ചില 4 വർഷത്തെ ഡിഗ്രി ഒക്കെ ചില NIT-കളിലും ചില IIT-കളിലും ഒക്കെ ഉണ്ട്. അത് കാര്യമായിട്ട് ഇല്ല. കാര്യമായിട്ടുള്ളത് PG ആണ്. അധിക IIT-കളിലും NIT-കളിലും MBA ഉണ്ട്. ഡിഗ്രിക്ക് ശേഷം കോഴ്സുകളുണ്ട്, MBA. അതുപോലെ തന്നെ PGക്ക് ശേഷം PhD, റിസർച്ചിലേക്കൊക്കെ പോകാൻ ബിസിനസ് മേഖല പഠിക്കാൻ IIT-കളിലും NIT-കളിലും ഒക്കെ അവസരമുണ്ട്. ഡിഗ്രി തലത്തിൽ പൊതുവെ കുറവാണ്.
ഇല്ല എന്ന് തന്നെ പറയാം. നേരത്തെ ഒരാള് ഈ സ്റ്റോക്ക് ട്രേഡിങ്ങിന്റെ ചോദിച്ചല്ലോ. ആ അപ്പൊ അതിലൊരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് എന്നുള്ളൊരു സ്ഥാപനമുണ്ട്. ആ അവർ ഷോർട്ട് ടേം കോഴ്സസ് കൊടുക്കുന്നുണ്ട്. ഇതിന്റെ ഷെയറിന്റെ ടെക്നിക്കൽ അനാലിസിസ്, ഉം. ഏത് ഷെയർ വാങ്ങണം, ഏത് ഒഴിയെന്നൊക്കെ ഉള്ളത്. NIFM, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ്. അവർക്ക് അതുണ്ട്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് തിരുവനന്തപുരത്ത് നടത്തുന്നുണ്ട്, അതെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നടത്തുന്നുണ്ട്, കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഒക്കെ ഒരുപാട് സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ നടത്തുന്നുണ്ട്. യെസ് യെസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവസാനിപ്പിക്കാൻ തോന്നുന്നുണ്ട്. തുടക്കത്തിൽ പറഞ്ഞ കാര്യം ഞാൻ ഒരിക്കൽ കൂടെ സൂചിപ്പിക്കുകയാണ്. സിജിയുടെ കരിയർ ഡിപ്പാർട്ട്മെന്റിന് കീഴിലുള്ള ഒരു പ്രൊജക്റ്റാണ് കരിയർ മിഷൻ. അതിന്റെ ഭാഗമായിട്ട് സിജിയിൽ നിങ്ങൾക്ക് വരാം. ഞായർ ഒഴികെ എല്ലാ ദിവസങ്ങളിലും രാവിലെ 10 മുതൽ വൈകുന്നേരം 5 വരെ ഇൻഡിവിജ്വൽ കരിയർ ഗൈഡൻസ് കൗൺസിലിംഗ് ഉണ്ട്. അതുപോലെ തന്നെ കോഴിക്കോട് ഹെഡ്ക്വാർട്ടേഴ്സിന് പുറമെ മലപ്പുറം ജില്ലാ ഓഫീസിലുണ്ട്, തിരൂർ ഓഫീസിലൊക്കെ ഈ സംവിധാനമുണ്ട്. സൺഡേ കരിയർ ഓൺലൈൻ ആൻഡ് ആസ്ക് ഫ്രം ഹോം കരിയർ മിഷന്റെ ഭാഗമായിട്ടുള്ള മറ്റൊരു ആക്ടിവിറ്റിയാണ്. അതെല്ലാ ഞായറാഴ്ചകളിലും ഉണ്ട്. രാവിലെ ഞായറാഴ്ച നിങ്ങൾക്ക് ഈ ലിങ്ക് വഴി ജോയിൻ ചെയ്യാം. ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുത്ത ആൾക്കാരൊക്കെ ഇതറിയാത്ത മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അതുപോലെ തന്നെയാണ് ആപ്റ്റ്യൂഡ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യം. ഓക്കെ, താല്പര്യം ഇഷ്ടം മാത്രം നോക്കി പോകരുത്. താല്പര്യം ഇഷ്ടമുള്ള മേഖലയിൽ കഴിവുണ്ടോയെന്നും കൂടെ നോക്കണം. കഴിവിനെ കുറിച്ച് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് CDAT, CG ഡിഫറൻഷ്യൽ ആപ്റ്റ്യൂഡ് ടെസ്റ്റ്. cgcareer.com നോക്കിയാൽ അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അവസാനിപ്പിക്കുകയാണ്. ഈ +1 +2 സ്ട്രീം സെലക്ഷനുമായി ബന്ധപ്പെട്ട അതുപോലെ തന്നെ കോമ്പിനേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചൊരു പിക്ചർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. എന്നെ കേട്ട എല്ലാവർക്കും നല്ല ഒരു അക്കാദമിക് ലൈഫ്, ദെൻ തുടർന്നൊരു കരിയർ ലൈഫും ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നബീൽ. Oscar sir, it was highly insightful. Thank you so much. ഓക്കെ സർ, ബോബ് സർ. ഓക്കെ, നീ കൺക്ലൂഡ് ചെയ്തിട്ട് വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയണ്ടേ പറയട്ടോ. സംശയമല്ലാത്ത രീതിയിൽ സജഷൻ ആണെങ്കിൽ അതും പറയാം. പാരന്റ്സ് ഒക്കെ ഉണ്ട് ഗ്രൂപ്പിൽ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. വീണ്ടും അടുത്ത ഞായറാഴ്ച കാണാം. താങ്ക് യു.